ഒരു മനുഷ്യന്റെ കണ്ട നാളത്തെക്കാളും ഞാൻ അവനോട് അടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. വനഹ്നു അഖ്റബു ഇലൈഹി, ഞാൻ അവനിലേക്ക് അടുത്തിരിക്കുന്നു. മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ട നാളത്തെക്കാളും ഞാൻ അവനിലേക്ക് അടുത്തിരിക്കുന്നു. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാൽ, ഇടതുഭാഗത്തും വലതുഭാഗത്തും രണ്ടാളുകൾ ഇരുന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീൻ വഅനിശ് ശിമാലി ഖഈദ്, അവന്റെ വലതുഭാഗത്തും അവന്റെ ഇടതുഭാഗത്തും രണ്ട് മലക്കുകൾ ഇരുന്ന് റെക്കോർഡ് ചെയ്യാം. എന്താ റെക്കോർഡ് ചെയ്യുന്നത്? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മൾ ഉച്ചരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ അനങ്ങുന്നത്, മാ യൽഫിദു മിൻ ഖൗലിൻ, നമ്മൾ എന്ത് സംസാരിച്ചാലും, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റെക്കോർഡ് ചെയ്യുന്ന രണ്ട് ക്യാമറമാൻ, 360 ക്യാമറ എല്ലാവരുടെയും ഷോൾഡറിൽ അല്ലാഹു ഘടിപ്പിച്ചിട്ടുണ്ടെന്ന്. 360 360 ഡിഗ്രി കാണാൻ പറ്റുന്ന രണ്ട് ക്യാമറകൾ നമ്മുടെ ഷോൾഡറിലുണ്ടെന്ന്. പഴയകാലത്ത് പേനയും കിതാബും എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം വെച്ചതെങ്കിൽ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളതിനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ, ഇന്നത്തെ കാഴ്ചപ്പാടിലൂടെ അത് കാണാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നും അവിടെ മലക്കുകൾ പെന്നു കിതാബ് എടുത്തിങ്ങള് മിണ്ടുമ്പോഴും അനങ്ങുമ്പോഴും എഴുതാണ് എന്നല്ല വിചാരിക്കേണ്ടത്. ഒരു 360 ക്യാമറ 360 ഡിഗ്രി ക്യാപ്ചർ ചെയ്യുന്ന, രാത്രിയിലും പകലിലും നല്ല റെസൊല്യൂഷനോടുകൂടി എടുക്കാൻ പറ്റുന്ന, എത്ര റെക്കോർഡ് ചെയ്താലും മെമ്മറി ഫുള്ളാവാത്ത ഒരു ക്യാമറ സംവിധാനം. നമ്മുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. 256, 512, 1 TB നമ്മുടെ ക്യാമറ, നമ്മുടെ മൊബൈൽ ഫോണിന്റെ മെമ്മറിയാണിത്. 1 TB ആപ്പിളിന്റെ 1 TB ഉള്ള ആപ്പിളുകളുണ്ട്. ഒരു 5-10 വർഷം മുമ്പ് നമ്മുടെ ഫോണുകളുടെ മെമ്മറി എന്ന് പറയുന്നത് 1 GB 2 GB ഒക്കെയാണ്. അതിലേക്ക് അഡീഷണൽ ആയിട്ട് ചിപ്പ് ഇടണം. നമ്മൾ അഡീഷണൽ ആയിട്ട് 2 GB 4 GB ഒക്കെ ചിപ്പ് നമ്മൾ കയറ്റണം. ആ ചിപ്പ് ഇടണമെങ്കിൽ മൊബൈൽ ഫോണിന്റെ പ്രോസസിംഗ് ചിപ്പിനെ അഡാപ്റ്റ് ചെയ്യുന്ന സംവിധാനമാവണം. ഇന്നത്തെ ഒരു ഫോട്ടോക്കുണ്ട് 250 MB ഒക്കെ ഒരു ഫോട്ടോയ്ക്കുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, കാലക്രമേണ എല്ലാം സുലഭമായി സുതാര്യമായി നമ്മുടെ മുന്നിലേക്ക് വരാൻ. 10 വർഷം മുമ്പുള്ള സംവിധാനമല്ല ഇന്നത്തെ സംവിധാനം. 1 TB ഐഫോൺ മെമ്മറി ഉണ്ടായിട്ട് പോലും അതുപോലും ഫുള്ളായി ഫോൺ ഹാങ് ആവുന്ന ആളുകളുണ്ട്. 512 GB മെമ്മറി ഉണ്ടായിട്ട് അത് ഫുള്ളായിട്ട് പിന്നെ ഐക്ലൗഡിൽ നിന്ന് മാസം 100 200 കൊടുത്തിട്ട് പിന്നെയും കടമെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഈ സംവിധാനം എന്ന് പറയുന്നത് മെമ്മറി ഫുള്ളാകുന്ന സംവിധാനമല്ല. ഇന്നത്തെ ഈ ടെക്നോളജിക്ക്, ശാസ്ത്രത്തിന്, നൂതന സംവിധാനങ്ങൾക്ക് 1000 GB ഒക്കെ ഇത്തിരി പോകുന്നൊരു ചിപ്പിൽ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ, അള്ളാഹുവിന് പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒന്നുപോലും മിസ്സാവാതെ, ഒന്നുപോലും നഷ്ടപ്പെടാതെ 360 ഡിഗ്രിയിൽ റെക്കോർഡ് ചെയ്തു വെക്കാൻ അള്ളാഹുവിന് വളരെ ഈസിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ കിതാബാണ് എന്ന് സങ്കല്പിക്കുക, എഴുതി വെക്കുന്ന കിതാബാണ്. നാളെ മഹ്ശറാ ലോകത്ത് എഴുതി വെക്കുന്ന കിതാബ് ഇങ്ങനെ വായിക്കപ്പെടാൻ. അപ്പൊ നമ്മൾ പറയും, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഉദാഹരണം പറഞ്ഞാല്, പള്ളിയിലേക്കൊക്കെ വന്ന് ചെരുപ്പ് മോഷ്ടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്.
അപ്പൊ നമ്മൾ ചെരുപ്പ് മോഷ്ടിച്ചത് നമ്മുടെ ഏടിൽ എഴുതി വെച്ചു. നാളെ മഹ്ശറ ലോകത്ത് ഒരാൾ വന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അയാൾ ചെരുപ്പ് മോഷ്ടിച്ച കഥ പറയുമ്പോ അയാൾ പറയും എന്താണ്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ കിതാബിലുള്ളത് അവർ നിഷേധിക്കാൻ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആർക്കും നിഷേധിക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. ആ സമയത്ത് അല്ലാഹു തആല നമ്മൾ വരുന്നതും നമ്മൾ മോഷ്ടിക്കുന്നതൊക്കെ വീഡിയോ സഹിതം കാണിച്ചു തന്നാലോ? ആർക്കാ നിഷേധിക്കാൻ കഴിയാ? ആർക്കാണ് ഇതിനെ എതിർക്കാൻ കഴിയാ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയാ? അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഒരു 360 ക്യാമറയിലൂടെ നമ്മളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. മഹാനായ മുഹമ്മദ് ബിൻ സിവാർ എന്ന് പറയുന്ന അമ്മാവൻ, അദ്ദേഹത്തിന്റെ മരുമകനാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി. സഹൽ റളിയല്ലാഹു അൻഹു 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാണ് സഹൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അമ്മാവനാണ് മുഹമ്മദ് ബിൻ സിവാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ സൂഫി വര്യൻ. രാത്രിയായാൽ അദ്ദേഹം എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങും. എല്ലാവരും കിടന്നുറങ്ങുമ്പോ ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. അങ്ങനെ എല്ലാവരും ഉറങ്ങുമ്പോ മൂപ്പരെണീറ്റ് ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങും. ഇത് കാണുകയാണ് 3 വയസ്സുള്ള സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി എന്ന് പറയുന്ന ഒരു കുട്ടി. 3 വയസ്സ് പ്രായമുള്ള കുട്ടി. എല്ലാ ദിവസവും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തന്റെ അമ്മാവന്റെ നിസ്കാരം ഇങ്ങനെ ഇരുന്ന് വീക്ഷിക്കും ഈ കുട്ടി. ഒരു ദിവസം അമ്മാവൻ തന്റെ കുഞ്ഞിനോട്, തന്റെ മകനോട് പറയാണ്, തന്റെ മരുമകനോട് പറയാണ്. എന്താ പറഞ്ഞത്? ഞാൻ നിനക്കൊരു ദിക്ർ പഠിപ്പിച്ചുതരാം. ഞാൻ നിനക്കൊരു ദിക്ർ പഠിപ്പിച്ചുതരാം. ആ ദിക്റിന്റെ പ്രത്യേകത എന്താണ്? നീ നിന്റെ നാവ് കൊണ്ടൊരിക്കലും ഇത് ചൊല്ലാൻ പാടില്ല. നിനക്ക് അള്ളാഹുവിനെ ഓർക്കണ്ടേ, അള്ളാഹുവിനെ സ്മരിക്കണ്ടേ. അപ്പൊ കുട്ടി ചോദിക്കുന്നുണ്ട്, കൈഫ അദ്കുറു, ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിനെ ഓർക്കേണ്ടത്, എങ്ങനെയാണ് എന്റെ അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്? അപ്പോഴാണ് മുഹമ്മദ് ബിൻ സിവാർ എന്നവർ പറയുന്നത്, ഞാൻ നിനക്കൊരു ദിക്ർ ചൊല്ലിത്തരാം, നീ അത് നിന്റെ കൽബ് കൊണ്ട് പറയണം, ചുണ്ടനക്കാൻ പാടില്ല. ചുണ്ടുകൾ കൊണ്ട്, നാവ് കൊണ്ട് പറയരുത്, കൽബ് കൊണ്ട് പറയണം. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ 3 തവണ പറയണം, അല്ലാഹു മഈ, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാളിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം സാക്ഷിയാണ്. ഞാൻ എന്ത് ചെയ്താലും അതിൽ അല്ലാഹു സാക്ഷിയാണ് എന്നർത്ഥമുള്ള ഈ ദിക്ർ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ നിന്റെ കൽബ് കൊണ്ട് 3 തവണ പറയണം. നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. കൽബ് കൊണ്ട് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് മാറ്റം ഉണ്ടാവുക. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ കൽബുകളെ നിങ്ങൾ പൂട്ടിവെച്ച് ചിന്തിക്കാതെ ഖുർആൻ ഓതുകയാണോ? നിങ്ങളുടെ ഹൃദയങ്ങളെ പൂട്ടിവെച്ചിട്ട് അർത്ഥം ആലോചിക്കാതെ ചിന്തിക്കാതെ നിങ്ങൾ ഖുർആൻ ഓതുകയാണോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്തേ നിങ്ങൾക്ക് ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഖുർആനിന്റെ അർത്ഥങ്ങളെ നിങ്ങൾക്ക് ആലോചിച്ചാൽ എന്താ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ ഹൃദയങ്ങളെ പൂട്ടിവെച്ചിരിക്കുകയാണോ? നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. അവ പ്രിയപ്പെട്ടവരെ, അർത്ഥമറിയാതെ നമ്മൾ ചെല്ലുന്നതിൽ നമ്മൾക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ അതുകൊണ്ടുള്ള സ്വാധീനം ഉണ്ടാവണമെങ്കിൽ അതിന്റെ അർത്ഥമറിയണം. എന്താണെങ്കിലും, ഏത് ദിക്റാണെങ്കിലും, ഖുർആൻ ഓതാണെങ്കിലും, എന്താണെങ്കിലും അർത്ഥമറിയാതെ ചൊല്ലിയ കൂലി കിട്ടും. പക്ഷേ അതിന്റെ തഅ്സീർ, അതിന്റെ സ്വാധീനം, അതിന്റെ ഫലം, അതിന്റെ ബെനഫിറ്റ്സ്, അതുകൊണ്ടുള്ള ഇൻഫ്ലുവൻസ്, ഉപകാരം നമ്മൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ അർത്ഥമറിഞ്ഞ് ചെല്ലണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നബി തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞു. മൂഖിനം ബിഹാ, അർത്ഥമറിഞ്ഞുകൊണ്ട് ചെല്ലണമെന്നാ പറഞ്ഞത്. അല്ലാഹുമ്മ അൻത റബ്ബി,
لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ ദിക്റ് അർത്ഥം ആലോചിച്ചുകൊണ്ടൊരാള് സുബഹി നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലി മഗ്രിബിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അയാൾ സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ എവിടെയോ അർത്ഥറിഞ്ഞ് ചെല്ലുമ്പോഴാണ് അതിന്റെ ഫലം കിട്ടുക. ഖുർആൻ ഓതുന്നത് അങ്ങനെ അർത്ഥമറിഞ്ഞ് ഓതുമ്പോഴാണ് അതിന്റെ തഅ്സീർ, അതിന്റെ ഉപകാരം നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയുക. അർത്ഥം അറിയാതെ ഓതുമ്പോ കൂലിയൊക്കെ കിട്ടും. ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ അർത്ഥമറിഞ്ഞ് ഓതുമ്പോ ഒരു ഹർഫിന് 10 അല്ല 100 അല്ല 1000കണക്കിന് പ്രതിഫലം കിട്ടും. അതേപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മഗ്രിബിന്റെ ശേഷം അർത്ഥമറിഞ്ഞുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ അർത്ഥമറിഞ്ഞ് അർത്ഥം ചിന്തിക്കണം. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എന്റെ റബ്ബാണ്, നീയല്ലാതൊരു ഇലാഹില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅത്, അല്ലാഹുവേ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, എന്റെ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നീ തന്നതാണ്, ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പാപങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, ഞാനൊരു തെറ്റുകാരനാണ്, തെറ്റുകളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ട് ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത്, എന്റെ എല്ലാ പാപങ്ങളും നീ പൊറുത്തുതാ അല്ലാഹ്, പൊറുത്തു തരാൻ വേറെ ഒരാളില്ല റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അർത്ഥം ആലോചിച്ചുകൊണ്ട് മഗ്രിബിന്റെ ശേഷം ഒരാൾ ചൊല്ലി സുബഹിയുടെ മുമ്പ് മരണപ്പെട്ടാൽ അയാൾ ദഖലൽ ജന്ന, സ്വർഗ്ഗക്കാരനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാറ്റിനും അർത്ഥം ആലോചിച്ചാലും അർത്ഥം പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ, ഹിന്ദി പഠിക്കുന്നില്ലേ, പിന്നെ അറബി എന്താ പഠിക്കാത്ത പ്രയാസം? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയായാൽ രാവിലെയായാൽ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്, എന്റെ ദീന് പരിശുദ്ധ ഇസ്ലാമാണ് എന്നൊരാൾ സന്തോഷത്തോടെ തൃപ്തിയോടെ സന്തോഷത്തോടെ പറഞ്ഞാൽ, 3 തവണ പറഞ്ഞാൽ, ഹഖ്ഖുൻ അലല്ലാഹി അയ്യുർളിയഹു യൗമൽ ഖിയാമ, നാളെ മഹ്ശറ ലോകത്തെത്തിയാൽ അയാൾ ആവശ്യപ്പെട്ടത് അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലണം. റളീതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷാണ്. അത് അർത്ഥറിഞ്ഞ ഒരാൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് കൽബ് കൊണ്ട് സ്നേഹിക്കാൻ കഴിയവർക്ക്, എന്റെ റബ്ബ് അള്ളാഹുവാണ്, എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. എന്റെ മതം ഇസ്ലാമായതിൽ എനിക്ക് വലിയ സന്തോഷാണ്. ആത്മാഭിമാനത്തോടെ പറയുന്നു, പ്രൗഡായി ഞാൻ പറയുന്നു, ഞാനൊരു മുസ്ലിമാണെന്ന്. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ ഇസ്ലാമിലെ ഹിജാബ് അവൾക്ക് അംഗീകരിക്കേണ്ടി വരും, പർദ അവൾക്ക് അംഗീകരിക്കേണ്ടി വരും. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ അവൾ തയ്യാറാകും. അങ്ങനെയുള്ളവർക്കല്ലേ എന്റെ മതം ഇസ്ലാമായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ളവർക്കല്ലേ പറയാൻ കഴിയാ. അല്ലാതെ ഇസ്ലാമിന്റെ ചില നിയമങ്ങളെ ഇഷ്ടപ്പെടാതെ, ഇസ്ലാമിന്റെ ചില നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ആണാണ്, ഒരു പെണ്ണാണ് എങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് റളീതു ബിൽ ഇസ്ലാമി ദീന, എന്റെ ഇസ്ലാം നല്ല മതമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയാൻ കഴിയാ. വബിമുഹമ്മദിൻ നബിയ്യ, എന്റെ മതം, എന്റെ റബ്ബ്, എന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാണ്, എന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളയാണ്, അതിലെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ അഭിമാനത്തോടെ പ്രൗഡായി പറയുന്നു, എന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാൾ സന്തോഷത്തോടെ പറയുകയാണെങ്കിൽ നബി തങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യാൻ അവർ തയ്യാറാവൂലേ? അപ്പൊ അർത്ഥം ആലോചിച്ചത് പറയുന്ന ആളുകള് അവര് എന്ത് മഹ്ശറയിൽ ആഗ്രഹിച്ചാലും അല്ലാഹു അവർക്ക് നൽകുന്ന ഹഖ്ഖുൻ അലല്ലാഹി അയ്യുർളിയഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹുക്ക് നിർബന്ധമാണ്.
അർത്ഥാലോചിച്ചിട്ട് ഒരാള് ഇത് പറയണമെങ്കിൽ, ഖൽബ് കൊണ്ട് ഇത് പറയണമെങ്കിൽ അയാൾ നല്ലൊരു മുസ്ലിം ആയിരിക്കും. അല്ലാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ല. ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളും. പരിശുദ്ധ ഖുർആനും ഇതേപോലെയാണ്. അർത്ഥമാലോചിച്ച് നമ്മൾ ഓതണം. അങ്ങനെ ഓതുമ്പോഴാണ് ഖുർആനിലെ മാറ്റങ്ങൾ, ഖുർആൻ കൊണ്ട് നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥമാലോചിച്ച് ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു തആല സ്ട്രെസ്സിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, ഓവർ തിങ്കിങ്ങിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. അർത്ഥം ആലോചിച്ച് ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, ഡിപ്രഷൻ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല. അതിനുള്ള പരിഹാരം പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ഇതിനൊക്കെയുള്ള പരിഹാരം ഖുർആനിൽ കാണാൻ കഴിയും. നോക്കൂ നിങ്ങള്, മഹദിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനോട് അല്ലാഹു പറയുന്നൊരു രംഗമുണ്ട്. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഈഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. ഫിർഔനിനോട് ഒരു ജോത്സ്യൻ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ വധിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് എന്ന്, നിങ്ങളെ വധിക്കാൻ പോകുന്നൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഫിർഔനിന് ഡിപ്രഷനായി, ഓവർ തിങ്കിങ് ആയി. ആ കുഞ്ഞ് ജനിച്ചാൽ എന്റെ അധികാരം നഷ്ടപ്പെടൂലേ? കുഞ്ഞ് ജനിച്ചിട്ടൊന്നുമില്ല. ഇനി കുഞ്ഞ് ജനിച്ചാൽ തന്നെ വലുതായി വലിയ ആളായി, എന്നിട്ട് ഫിർഔനിനോട് പോരാടണം. അതിനൊരുപാട് വർഷങ്ങളുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പോ തന്നെ ഫിർഔൻ ഓവർ തിങ്ക് ചെയ്ത് ഡിപ്രഷനിലേക്ക് എത്താൻ. അതിന്റെ ഒരു ഡിപ്രഷന്റെ ഭാഗമായിട്ട് ഫിർഔൻ എന്താ ചെയ്തത്? ജനിച്ചു വീഴുന്ന എല്ലാ മക്കളെയും കൊല്ലാൻ തീരുമാനിച്ചു. ആ കൊല്ലാൻ തീരുമാനിച്ചപ്പോഴാണ് മഹദിയായ മൂസാ നബിയുടെ മാതാവ് മൂസാ നബിയെ പ്രസവിക്കുന്നത്. ആ സമയത്ത് അല്ലാഹു മൂസാ നബിയോട് പറയുന്നൊരു വാക്കുണ്ട്, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഈഹി, നിങ്ങൾ മുലപ്പാല് നൽകണം, പാല് നൽകണം. ഫഇദാ ഖിഫ്തി അലൈഹി, ഫിർഔനിന്റെ പട്ടാളക്കാർ വരുമെന്നുള്ള ഭയമുണ്ടായാൽ ഫഅൽഖീഹി ഫിൽ യമ്മി, ആ കടലിലേക്ക്, പുഴയിലേക്ക് നിങ്ങളുടെ പൊന്നുമോനെ നിങ്ങളിടണം. വലാ തഖാഫി, നിങ്ങൾ ഭയപ്പെടേണ്ട. വലാ തഹ്സനി, നിങ്ങൾ ദുഃഖിക്കേണ്ട. ഒരു മാതാവിനോട് സ്വന്തം കുഞ്ഞിനെ പുഴയിലേക്ക് ഇടാൻ പറഞ്ഞിട്ട്, അതും ഫിർഔന് കണ്ടവരെയൊക്കെ കൊന്നുകളയുന്നൊരു കാലത്ത് പുഴയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞിട്ട് ഒരു മാതാവിനോട് ടെൻഷൻ ആവണ്ട എന്ന് അല്ലാഹു പറയാണെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം? ടെൻഷൻ ആവണ്ട. ഒരു മാതാവിന് ടെൻഷൻ ഇല്ലാതിരിക്കുമോ? ഒരു മാതാവിന് മക്കള് നഷ്ടപ്പെടുമ്പോ ടെൻഷൻ ഇല്ലാതിരിക്കുമോ? മക്കൾക്ക് ചെറിയൊരു പോറലേറ്റാൽ, ഒരു പനി വന്നാൽ, എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായാൽ, ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾക്ക് മാതാപിതാക്കൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഇതൊരു സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി പെട്ടിയിലാക്കി കടലിലേക്ക് എറിയാം, പുഴയിലേക്ക് എറിയാം, എന്നിട്ട് ടെൻഷൻ ആവരുത് എന്നുള്ള പറയാൻ. ഡിപ്രഷൻ വേണ്ട, അതിന്റെ പേരിൽ ടെൻഷൻ വേണ്ട. വലാ തഖാഫി വലാ തഹ്സനി, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. എന്തേ ടെൻഷൻ വേണ്ട എന്ന് പറയാൻ കാരണം, ഇന്നാ റാദൂഹു ഇലൈകി, ആ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. കുഞ്ഞിനെ ഞാൻ തിരിച്ചു തരും, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. അല്ലാഹു അല്ലേ വാഗ്ദാനം നൽകുന്നത്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു വാക്ക് നൽകിയാൽ വാക്ക് ലംഘിക്കുന്നവനല്ല റബ്ബ്, കരാർ ലംഘിക്കുന്നവനല്ല അല്ലാഹു. ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ മടക്കി തരാം. രണ്ട് ടെൻഷന്റെ കാര്യം പറഞ്ഞിട്ട് അടുത്ത രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാണ്. ഒന്ന്, എന്തുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരാം. മടക്കിത്തരും എന്ന് പറയുമ്പോ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ, കൊല്ലോ ഇല്ലേ എന്നുള്ള ടെൻഷൻ, ആ ടെൻഷനും വേണ്ട. വജാഇലൂഹു മിനൽ മുർസലീൻ, ഞാൻ അവനെ പ്രവാചകനാക്കും. അള്ളാഹുവിന്റെ അചഞ്ചലമായ വിശ്വാസമുള്ള മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന് യാതൊരു പേടിയുണ്ടായില്ല, യാതൊരു വിഷമവും ഉണ്ടായില്ല. കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് തിരിച്ചു തരാമെന്നുള്ളത്. അത് എങ്ങനെയും തിരിച്ചു തരാൻ അള്ളാഹുവിന് കഴിയുമെന്ന് ആർക്കറിയാം? മൂസാ നബിയുടെ മാതാവിനറിയാം.
അതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ മഹദിയായ മൂസാ നബി വെള്ളത്തിലിടുന്നു. ആ വെള്ളം നേരെ എത്തുന്നത് ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ മുന്നില്. ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വളരുന്ന ഈ പിഞ്ചു പൈതലിന് പാല് കൊടുക്കാൻ ആളില്ല. ആര് പാല് കൊടുത്താലും കുട്ടി കുടിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹ് ഒരാളെ തിരിച്ചു തരും എന്ന് പറഞ്ഞാല് തിരിച്ചു തരും. അവിടെ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടല്ല തിരിച്ചു തരും. പടച്ചോൻ അത്ഭുതങ്ങൾ കാണിച്ചു തിരിച്ചു തരും. കുട്ടി കൊട്ടാരത്തിലെത്തിയിട്ട് ചെറിയ പിഞ്ചു പാല് കുടിക്കുന്ന കുട്ടിയാ. ആ കുട്ടിക്ക് പാല് വേണം. കൊട്ടാരത്തിലുള്ള പല ഉമ്മമാരും പാല് കൊടുത്തു, കുട്ടി കുടിക്കുന്നില്ല. കുട്ടിക്ക് ആരുടെ പാലും പറ്റുന്നില്ല. പല ആളുകളെ പുറത്തുനിന്ന് വിളിച്ചു. അല്ലാഹ് എന്താ പറഞ്ഞത്? ഞാൻ സൈഫാക്കുന്നല്ല പറഞ്ഞത്, കുട്ടിയെ ഞാൻ സൈഫായിട്ട് നോക്കാന്നല്ല പറഞ്ഞത്. ഞാൻ റാദ്ദൂഹു എന്ന് പറഞ്ഞാൽ എന്താ? മടക്കി തരാം. എവിടെയാണോ കുട്ടി ഉണ്ടായത് അവിടത്തേക്ക് എത്തിക്കാന്നാണ് അല്ലാഹ് പറഞ്ഞത്. റാദ്ദൂഹു, എവിടെയാണോ കുട്ടി ഉണ്ടായത് അവിടത്തേക്ക് ഞാൻ തിരിച്ചെത്തിക്കും. എങ്ങനെ തിരിച്ചെത്തിച്ചത്? മഹദിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന്റെ സഹോദരി ഈ വിവരമറിഞ്ഞപ്പോഴാണ് കൊട്ടാരത്തിൽ പോകുന്നത്. എനിക്കൊരാളറിയാം, ഒരു പെണ്ണിനറിയാം. ഏതൊരു കുഞ്ഞും ആ മാതാവിന്റെ മുലപ്പാല് തടയൂല, വേണ്ട. അങ്ങനെ ഒരു മാതാവിനെ എനിക്കറിയാം, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ മഹദിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് കൊട്ടാരത്തിൽ പോയപ്പോ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി. അപ്പൊ കുഞ്ഞ് പാല് കുടിക്കുമ്പോ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഉമ്മ പറഞ്ഞു, എനിക്ക് പറ്റൂല, അങ്ങനെ ഇവിടെ നിന്ന് പാല് കൊടുക്കാൻ എനിക്ക് പറ്റൂല, എനിക്ക് വീട്ടിൽ പോകണം. കുട്ടിയെ വീട്ടിലേക്ക് തന്നാ ഞാൻ വീട്ടിൽ പാല് കൊടുത്തോളാം. അങ്ങനെ രാജാവ് സമ്മതിച്ചു. അല്ലാഹു തആല പറഞ്ഞതുപോലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ വീട്ടിലേക്ക് തിരിച്ചെടുത്തു, തിരിച്ചു കൊണ്ടുപോയി. ഇതൊരു അത്ഭുതമാണ്. സത്യത്തിൽ ഇതൊരു അത്ഭുതമാണ്. കാരണം അവിടെയുള്ള എല്ലാ വീടുകളിലും കയറി കണ്ട എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന ഫിറഔൻ സ്വന്തം കൊട്ടാരത്തിലെ തന്നെ കൊല്ലുന്ന ഒരാൾ വളരാ, തന്നെ വധിക്കുന്ന ഒരാൾ തന്റെ കൊട്ടാരത്തിൽ വളരാ എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലേ? ഇതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതൊരാളും പരിശുദ്ധമായ ഖുർആൻ അർത്ഥമറിഞ്ഞ് അർത്ഥം ആലോചിച്ചോതുമ്പോ അയാളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിശുദ്ധമായ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കാണാൻ കഴിയും. ഗർഭിണികളായ ആളുകൾ ഗർഭകാലത്തെ പ്രസവങ്ങൾ, പ്രസവത്തിന്റെ ഗർഭകാലത്തുള്ള പ്രയാസങ്ങൾ താൻ അനുഭവിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആനിൽ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭകാലത്തുള്ള പ്രയാസങ്ങളെ കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോ അവൾക്ക് ആശ്വാസം വരും. കാരണം മഹദിയായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവും ഇതേപോലെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടല്ലോ. സോറി, ഞാൻ മറിയം ബീവി എന്നാണ് ഇതുവരെ പറഞ്ഞു. ചെറിയൊരു മിസ്റ്റേക്ക്. മൂസാ നബിയുടെ മാതാവ് മറിയം ബീവി ഈസാ നബിയുടെ മാതാവാണ്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഗർഭിണിയായ സമയത്ത് പ്രിയപ്പെട്ടവരെ തന്റെ പ്രയാസം അനുഭവിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന്. ഗർഭകാലത്തുള്ള പ്രയാസങ്ങൾ സഹിക്കുമ്പോ ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹു തആല മറിയം ബീവിയോട് പറയുന്നത്, നോക്കൂ നിങ്ങൾ, ഫഅജാഅഹൽ മഖാലു ഇലാ ജിദ്ഇൻ നഖല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. ഞാൻ ഒരു ഇല്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഈ പ്രയാസങ്ങളൊന്നും എനിക്ക് സഹിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഫനാദാഹാ മിൻ തഹ്തിഹാ, ആ അല്ലാഹു തആല മഹദിയായ മറിയം ബീവിയെ വിളിക്കുന്നു, അല്ലാ തഹ്സനി, നിങ്ങൾ ദുഃഖിക്കണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, അല്ലാഹു തആല എല്ലാറ്റിനുമുള്ള സംവിധാനം അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖലതി തുസാഖിതു അലൈകി റുതബൻ ജനിയ, നിങ്ങൾ ഈന്തപ്പഴത്തിന്റെ ആ പനയെ ഒന്നിങ്ങനെ കുലുക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമായ ഈന്തപ്പഴങ്ങൾ നിങ്ങളിലേക്ക് വീഴും, നിങ്ങളത് കഴിച്ചോളൂ. ഫകുലി വശ്റബി വഖല്ലി ഐനാ, നിങ്ങൾ കൺകുളിർക്ക തിന്നോളൂ, വേണ്ടതുപോലെ കുടിച്ചോളൂ. വഖല്ലി ഐനാ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ആരോടും സംസാരിക്കേണ്ട, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് ആരോടും മിണ്ടാൻ താല്പര്യമില്ല എന്ന് ആളുകളോട് പറഞ്ഞോളൂ എന്ന് അല്ലാഹു തആല മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് ഖുർആൻ ഓതാൻ അർത്ഥം ആലോചിച്ച്, അപ്പൊ അവൾക്ക് ഖുർആനിൽ ആശ്വാസമുണ്ട്. മഹദിയായ മറിയം ബീവിയുടെ ജീവിതത്തില്
അപ്പൊ എല്ലാ കാര്യങ്ങളും അർത്ഥം ആലോചിച്ചോദണം. അപ്പൊ ഇവിടെ മുഹമ്മദ് ഇബ്നു സിവാർ എന്ന് പറയുന്ന സൂഫി വര്യൻ തന്റെ 3 വയസ്സുള്ള കുഞ്ഞിനോട് പറയുന്നത്, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദി, എന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സാക്ഷിയാണ് എന്ന് അർത്ഥം ആലോചിച്ചുകൊണ്ട് കൽബിലൂടെ 3 തവണ പറയണം. ചുണ്ടനക്കാൻ പാടില്ല എന്ന് തന്റെ 3 വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിനെ ഓർക്കാനുള്ളൊരു വഴിയായി. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിക്കുക. എപ്പോഴും ബക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നിയത്തും ചെയ്യാം, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. സഹോദരിമാരുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളുടെ മുമ്പിൽ മരിക്കുന്നത് വരെ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇങ്ങനെ നിയത്ത് ചെയ്യാം. സ്വതക്ക ചെയ്യുന്ന ആളുകളുടെ ദുആഇന് ഉത്തരവുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്ന സ്വതക്ക ചെയ്യുന്ന ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നമ്മൾ എന്തെങ്കിലും സ്വതക്ക ചെയ്യുമ്പോൾ കൽബിൽ ദുആഇർക്കുക, പഠിച്ചോനെ എന്റെ രോഗങ്ങൾക്ക് ശിഫ തരണം. നമ്മളെന്താ പറയാ, പൈസ കൊടുക്കുന്ന ആൾ പറയും നിങ്ങൾ ഞങ്ങൾക്ക് ദുആ ചെയ്യണം. അവന്റെ ദുആക്കല്ല ഇജാബത്ത്, നമ്മളെ ദുആക്കാണ് അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് 20,000 കൊടുത്തിട്ട് ദുആ ചെയ്യട്ടോ, അവന്റെ ദുആക്കല്ല ഉത്തരം, നമ്മളെ ദുആക്കാം. സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് അത് ഉത്തരം ഉണ്ടാവുക. അവൻ ദുആ ചെയ്തോട്ടെ. നിങ്ങൾ ഇഷ്ടപ്രകാരം കൊടുക്കണം, നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, തിരിച്ചു ദുആ പോലും തിരിച്ചു പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഖുർആൻ പറയുന്നു, നിങ്ങൾ ദുആ പോലും അവരിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കുകയോ അവരോട് പറയുകയോ ചെയ്യരുത്. നിങ്ങൾ എന്ത് കൊടുക്കുമ്പോഴും അലാ ഹുബ്ബി, പൂർണ്ണമായ ഇഷ്ടത്തോടെ സന്തോഷത്തോടു കൂടി കൊടുക്കണം. കൊടുക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യും. സദഖയ്ക്കും ദുആഇനും അല്ലാഹുവിന്റെ ഖളാഇനെ മായ്ച്ചു കളയാനുള്ള കഴിവുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ മായ്ച്ചു കളയാൻ സ്വതക്കയ്ക്ക് കഴിവുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വതക്ക ചെയ്യുന്ന സമയത്ത് ഖൽബിലെപ്പോഴും നിയത്ത് ചെയ്യുക, അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ റബ്ബേ. അതേപോലെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ മരിക്കുന്നത് വരെ എനിക്കോ എന്റെ കുടുംബത്തിനോ തരല്ല അല്ലാഹ്. എല്ലാവരും സഹകരിക്കുക, സഹോദരിമാരും സഹോദരങ്ങളും. ഇവിടെ മുഹമ്മദ് ഇബ്നു സിവാർ എന്നവർ തന്റെ സഹൽ ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന 3 വയസ്സുള്ള മകനോട് പറഞ്ഞപ്പോ ആ മകൻ ഇതിങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ കൽബ് കൊണ്ട് പറയാൻ തുടങ്ങി, അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. പടച്ചോൻ എന്റെ അടുത്തുണ്ട്, അല്ലാഹു എന്റെ അടുത്ത് തന്നെ ഉണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, CC ക്യാമറയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ എത്ര സൂക്ഷ്മത കാണിക്കും. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാൻ, ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലേക്ക് കയറുമ്പോ അവിടെ ക്യാമറ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ ഡ്രസ്സ് മാറൂല. ഒളി ക്യാമറ, ഹിഡൻ ക്യാമറകൾ ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് മാറൂല. ഒരു ഓഫീസിൽ ക്യാമറയുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്യാമറയുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഡീസന്റ് ആയിട്ടാണ് നമ്മൾ പണിയെടുക്കുക. മുതലാളി ഓരോ സ്റ്റാഫിനെയും വീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ എത്ര വൃത്തിയായിട്ടാണ് പണിയെടുക്കുക. AI ക്യാമറകൾ. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു കമ്പനി തന്റെ കമ്പനിയിൽ ഓരോ സ്റ്റാഫും ജോലി ചെയ്യുന്ന സ്ഥലത്ത് AI ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ട് AI ക്യാമറയോട് ഓരോ ആളുകളുടെ ജോലിയെക്കുറിച്ച് വിലയിരുത്താൻ പറഞ്ഞാൽ കൃത്യമായി ക്യാമറകൾ വിലയിരുത്തി കൊടുക്കുന്ന, ഇവൻ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, ഇവൻ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇവൻ ഏതൊക്കെ ദിവസത്തിൽ വൈകി വന്നു, ഏതൊക്കെ ദിവസത്തിൽ സമയത്ത് വന്നു, ഇവൻ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, ഏതൊക്കെ സ്റ്റാഫിനെ ചേഞ്ച് ചെയ്യണം, എല്ലാം ക്യാമറകൾ പറഞ്ഞു കൊടുക്കുന്ന കാലം. ഒരു ക്യാമറ വെച്ചാൽ മതി, വേറൊന്നും വേണ്ട. സ്റ്റാഫിനെ റൂമിൽ ഒരു AI ക്യാമറ വെച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുള്ള ഒരു ക്യാമറ വെച്ചാൽ, ആ ക്യാമറയോട് നമ്മൾ ചോദിച്ചാൽ ക്യാമറ പറയും ഓരോ കാര്യങ്ങളും, ഓരോ സ്റ്റാഫിനെ കുറിച്ച് വ്യക്തമായി. ഒരാഴ്ചയിൽ ഈ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങൾ ചോദിച്ചാൽ ഇത് വ്യക്തമായി ക്യാമറ പറഞ്ഞുതരും. നമ്മുടെ വീട്ടിൽ വെക്കുന്ന CC ക്യാമറകള്, ആ ക്യാമറയിൽ നമ്മൾ 2-3 ഇൻഫോർമേഷൻ കൊടുത്താലേ ഗേറ്റിനടുത്ത് വന്ന് ഒരാൾ നിൽക്കുമ്പോ ക്യാമറ വിളിച്ചു പറയുക, ഗേറ്റിനടുത്ത് ഒരാളുണ്ട്, അത് ഇന്ന ആളാണ്. എല്ലാ സംവിധാനങ്ങളുടെ അത്രത്തോളം കാലം ഡെവലപ്പായി.
ഇപ്പൊ മിശ്ര ബുക്ക്, സസ്യ ബുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ, മാംസ ബുക്ക് എന്ന് പറയുന്നത് പോലെ ടെക് ബുക്ക് എന്ന് പറയുന്നൊരു നാലാമത്തെ ഒരു വിഭാഗം വരാൻ പോവാണ്. ടെക് ബുക്ക് നമ്മൾ പറയില്ലേ, മിശ്ര ബുക്ക്, മാംസ ബുക്ക്, സസ്യ ബുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ടെക്കികളായ ടെക്നോളജി തിന്നുന്ന ബുക്ക്, ടെക്നോളജി തിന്നുന്നൊരു വിഭാഗം, അങ്ങനെ ഒരു ബുക്ക് ഇവിടെ വരാൻ പോവാ. അത്രത്തോളം കാലം വികസിക്കാൻ. അപ്പൊ ഈ സമയത്ത് ഞാൻ പറഞ്ഞു, وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. നാളെ മഹ്ശറ ലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി, ഓരോ ആളുകളുടെ ഫയലുകളെ, ഓരോ ആളുകളുടെ ഡാറ്റകളെ അയാളുടെ കഴുത്തിലാണ് തൂക്കിയിട. നമ്മൾ മരിച്ചിട്ട് നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഒരു വോളണ്ടിയർ കാർഡ് പോലെ ഒരു കാർഡ് ഉണ്ടാകും, ഒരു ഫയല്, ഒരു ചിപ്പ്. ആ ചിപ്പ് കൊണ്ടുപോയിട്ട് നമ്മള് അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബിന്, വിചാരണയ്ക്ക് തയ്യാറാകുമ്പോ ചിപ്പ് നമ്മളൊരു ഡിവൈസിലിടുമ്പോ പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്നത് വരെയുള്ള ക്യാമറകള്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ബ്ലാങ്കറ്റിനുള്ളിൽ ആരാരും അറിയാതെ ഒളിച്ചിരുന്നിട്ട് കാമുകന്മാരുമായി ചാറ്റ് ചെയ്തത്, ചാറ്റ് ചെയ്യാത്തത്, വളരെ രഹസ്യമായി ഒളിഞ്ഞിരുന്നും മറഞ്ഞിരുന്നും MDMA-യും ലഹരിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയത്, ഇതൊക്കെ നിങ്ങൾ പോലീസുകാരെ കണ്ടുപിടിക്കാം, നാട്ടുകാരെ കണ്ടുപിടിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ 360 ഡിഗ്രിയിലുള്ള ഹൈ റെസൊല്യൂഷനിലുള്ള ക്യാമറകളിൽ നിങ്ങൾ കൈമാറുന്നതും, നിങ്ങൾ എടുക്കുന്നതും, കൊടുക്കുന്നതും, വാങ്ങുന്നതും എല്ലാം രാത്രിയായാലും പകലിലായാലും റെക്കോർഡ് ചെയ്യുമെന്നുള്ളൊരു ഓർമ്മ മാത്രം നമ്മൾക്ക് ഉണ്ടായാൽ മതി. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ആർക്കാ നിഷേധിക്കാൻ കഴിയാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹമ്മദ് ബിൻ സിവാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പണ്ഡിതൻ, സൂഫി വര്യൻ, തന്റെ കുഞ്ഞുമോനോട്, തന്റെ പേരക്കുട്ടിയോട്, തന്റെ മരുമകനോട് പറയുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ അർത്ഥമാലോചിച്ചുകൊണ്ട് അല്ലാഹു മഈ, പടച്ചവൻ എന്റെ കൂടെയുണ്ട് എന്ന് കൽബ് കൊണ്ട് പറയണം. അല്ലാഹു നാളിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന് കൽബ് കൊണ്ട് പറയണം. അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് വീട്ടുകാരറിയാതെ മാതാപിതാക്കൾ അപ്പുറത്ത് കിടന്നുറങ്ങുമ്പോ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ വന്ന് തോന്നിവാസങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചു നോക്ക്. അഡോളസൻസ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് ഇറങ്ങി. ആ സീരീസില് പിതാവ് ഡോറ് തുറക്കുമ്പോ കുട്ടികളുടെ ലൈറ്റ് ഓഫ് ആവും. പിതാവ് ഡോറ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ നമ്മൾക്കറിയാത്ത പലതും ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് അറിയുന്നുണ്ടെന്ന്. നമ്മളൊക്കെ 90കളിൽ ജനിച്ച ആളുകളാണ്. അപ്പൊ നമ്മൾ 90 കിഡ്സ് എന്ന് പറയും. നമുക്ക് എല്ലാം തിരിയാന്നുള്ളൊരു ബോധം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. 90 കിഡ്സിനൊക്കെ തിരിയാ. കാരണം നമ്മളെക്കാൾ മുമ്പുള്ള ആളുകൾ ഒരു കുറച്ച് പഴമക്കാരാണ്. പഴമയും പുതുമയും ഒരുപോലെ കിട്ടിയ ഒരു വിഭാഗമാണ് ഈ 90 കിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് മൊബൈൽ ഇല്ലാത്ത കാലം അറിയാം, മൊബൈൽ ഉള്ള കാലം അറിയാം, അല്ലെ? മൊബൈൽ ഇല്ലാത്ത കാലം നമുക്കറിയാം, എന്നാ മൊബൈൽ ഉള്ള കാലം നമുക്കറിയാം. റോഡും സംവിധാനങ്ങളും ഏറ്റവും പ്രയാസമുള്ള കാലം നമുക്കറിയാം. കറണ്ട് ഇല്ലാതെ ചിമ്മിണിക്കൂട് ഉപയോഗിച്ച് ജീവിച്ച കാലം നമുക്കറിയാം. പട്ടിണി എന്ത് എന്ന് നമ്മൾക്കറിയാം. ഒരു ദിവസത്തിലെ, ഒരു വർഷത്തിൽ ഒരു ചെരുപ്പിട്ട് ധരിച്ചവരാണ് നമ്മൾ. നമ്മളെക്കാൾ മുമ്പുള്ള അവരെ കഥയല്ല, നമ്മളെ കാലശേഷം വന്നവർക്ക് മാസത്തിൽ ഒരു ചെരുപ്പ്. ഓരോ ഫംഗ്ഷനും ഓരോ ഡ്രസ്സാണ്. നമ്മളൊക്കെ പെരുന്നാളിന് ഒരു വസ്ത്രം വാങ്ങിച്ചാൽ ഒരു വർഷമാണ് ആ ഡ്രസ്സ് ധരിച്ച്, ഒരു ഡ്രസ്സ് ഒരു വർഷം. അതിനിടയിൽ കല്യാണം വരും, ആ കല്യാണത്തിന് അതേ ഡ്രസ്സ്. വലിയ പെരുന്നാൾ വരും, ആ വലിയ പെരുന്നാളിനും അതേ ഡ്രസ്സ്. അതിനിടയിൽ വേറൊരു കല്യാണം വരും, അതിനും അതേ ഡ്രസ്സ്. അടുത്ത റമദാൻ വരെ ഒരു ഡ്രസ്സ്, അടുത്ത റമദാൻ വരെ ഒരു ചെരുപ്പ്. ചെരുപ്പെങ്ങാനും പൊട്ടി അതിന് തുന്നിയിട്ടൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ അതും നമ്മൾ കണ്ടു, നമ്മൾ ഇതും കണ്ടു. എന്നാൽ പുതിയ ജനറേഷൻ പുതിയതേ കണ്ടിട്ടുള്ളൂ, പുതിയ സംവിധാനങ്ങളെ കണ്ടിട്ടുള്ളൂ. അവർക്ക് പട്ടിണി എന്തെന്നറിയില്ല, പരിവട്ടം എന്തെന്നറിയില്ല, ദാരിദ്ര്യം എന്തെന്നറിയില്ല, കറണ്ട് ഇല്ലാത്ത കാലറിയില്ല, കിണറിൽ നിന്ന് വെള്ളം കോരിയ കാലറിയില്ല. ഇതൊന്നും ഈ പുതിയ ജനറേഷൻ അറിയില്ല. അപ്പൊ നമ്മൾക്കെല്ലാം തിരിയുമെന്ന് പറയുമെങ്കിലും ഇന്നത്തെ ജെൻസി എന്ന് പറയുന്ന 2015 ശേഷമൊക്കെ ജനിച്ച, അല്ലെങ്കിൽ 2000 ശേഷമൊക്കെ ജനിച്ച, 10 ശേഷം ജനിച്ച മക്കളുടെ പല കമ്മ്യൂണിക്കേഷനും പല സംസാരങ്ങൾ പോലും ഈ 90 കിഡ്സിന് അറിയില്ല. കാരണം അത്രത്തോളം ഡെവലപ്മെന്റ് അവര് ഈ ടെക്നിക്കലി അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കലി അവർ വളരാൻ. അപ്പൊ നമ്മൾ കാലത്തിനനുസരിച്ച് അവരെ പാരന്റിങ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായി പഠിക്കാനുണ്ട്, നമ്മൾ ഒരുപാട് അറിയാനുണ്ട്. കുട്ടികളുടെ ഓരോ സ്മൈലികൾക്ക് ഓരോ മീനിങ്.
ലവ് ഹാർട്ട്, ലവ് ചിഹ്നോടും നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒരു ലവ് ചിഹ്നം ഇട്ട് കൊടുക്കും, ഒരു റെഡ് ഹാർട്ട്. ആ റെഡ് ഹാർട്ടിന്റെ മീനിങ് ഒന്നാണ്. ആ റെഡ് ഹാർട്ട് വൈറ്റ് കളറായാൽ അതിന്റെ അർത്ഥം വേറെയാണ്, അത് ബ്ലൂ കളറായാൽ അതിന്റെ അർത്ഥം വേറെയാണ്, അത് യെല്ലോ കളറായാൽ അർത്ഥം വേറെയാണ്. നമുക്ക് തിരിയില്ല, എന്ന പുതിയ ജനറേഷന് തിരിയും. എന്താണ് വൈറ്റ് കളറിലുള്ള റെഡ് ഹാർട്ട് ഇട്ടാൽ എന്താ അതിന്റെ അർത്ഥം? റെഡ് കളറിൽ ഇട്ടാൽ എന്താ അർത്ഥം? ഓരോന്നിനും ഓരോ മീനിങ്. ചിലത് ലവിനെ സൂചിപ്പിക്കുന്നു, ചിലത് സൗഹൃദ ബന്ധത്തെ സൂചിപ്പിക്കുന്നു, ചിലത് സെക്സിനെ സൂചിപ്പിക്കുന്നു. ഇൻസൽ എന്ന് പറയും. ലോകത്ത് 80% പെൺകുട്ടികളും 20% ആൺകുട്ടികളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. 80% പെൺകുട്ടികൾ 20% ആൺകുട്ടികളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ഇൻസലാണ്, അവരെ ആർക്കും താല്പര്യമില്ല. ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ പറയുന്ന പാരന്റ്സ് ഇരുത്തി ചിന്തിപ്പിക്കുന്ന, രക്ഷിതാക്കൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സീരീസ് ഇറങ്ങുണ്ടായി. അതൊക്കെ ചാനലുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സീരീസാണ്. അപ്പൊ ഞാൻ പറയുന്നത്, കാലം അതിവേഗം ബഹുദൂരം ടെക്നിക്കലി വളർന്നുകൊണ്ടിരിക്കുക. ChatGPT-യും DeepSeek ഒക്കെ ഉപയോഗിക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് അവരെ തെറ്റാണ്, ഉപയോഗിക്കാത്തവരെ തെറ്റാണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ആളാവശ്യമില്ല, ടൂർ പോകുമ്പോൾ ഒരു ഐറ്റിനറി ഉണ്ടാക്കാൻ ആളാവശ്യമില്ല, റീസൈൻ ലെറ്റർ കൊടുക്കാൻ ആളാവശ്യമില്ല. എല്ലാം ChatGPT എല്ലാം നമ്മൾക്ക് തരും. നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒക്കെ തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ട്, 30 വയസ്സുള്ള നിങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഞാനൊരു 40 വയസ്സിന് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇത്രത്തോളം ഡെവലപ്പായ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം. റോബോട്ടുകൾ മാത്രം ജീവിക്കുന്ന ഒരു ദ്വീപുണ്ട്, അവിടെ റോബോട്ടുകൾ മാത്രം. എലോൺ മസ്കിനെ പോലെയുള്ള ഏലിയൻ, വിചിത്ര ജീവി, അന്യഗ്രഹ ജീവി എന്നൊക്കെ പേരുള്ള എലോൺ മസ്കിന്റെ പുതിയ എന്തോ സംവിധാനം ഞാൻ ഇന്നലെ വായിച്ചിരുന്നു. മക്കളിൽ ഒരു ആർമി ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് വാടക ഗർഭപാത്രത്തിന് വേണ്ടി സ്ത്രീകളെ കടമെടുക്കുന്നുണ്ട്. എലോൺ മസ്കിന്റെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തങ്ങൾ, മൊബൈൽ ഫോണുകൾ, ചാർജ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത മൊബൈൽ ഫോണുകൾ. ഉപഗ്രഹങ്ങൾ അയക്കാറുണ്ട് നമ്മൾ, സ്പൈസിലേക്ക് റോക്കറ്റുകളിലൂടെ നമ്മൾ പല വസ്തുക്കൾ അയക്കാറുണ്ട്, ഡിവൈസുകൾ അയക്കാറുണ്ട്, ചന്ദ്രനിലേക്ക് അയക്കാറുണ്ട്, മാർസിലേക്ക് അയക്കാറ്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ അയക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ റോക്കറ്റുകൾ ഉപയോഗിച്ച്, ആ റോക്കറ്റ് ഉപയോഗിച്ച് അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തകർന്ന് ഏതെങ്കിലും കടലിലേക്ക് വീടില്ല. അതിനൊക്കെ ബില്യൺ കണക്കിന് ഡോളറുകളുടെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. എലോൺ മസ്ക് വന്നതിന് ശേഷമാണ് ഒരു റോക്കറ്റിൽ തന്നെ 20 തവണ ഗ്രഹങ്ങൾ അയക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായത്. ഒരേ റോക്കറ്റ് ഇതിങ്ങനെ കൊണ്ടുപോകും, അതിനവിടെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് അതിങ്ങനെ വന്നിട്ട് എലോൺ മസ്കിന്റെ ആ ഒരു മെഷീനിൽ വന്നത് ഇങ്ങനെ ലാൻഡ് ചെയ്യും, പിന്നെ വീണ്ടും അടുത്ത ഉപഗ്രഹം നിക്ഷേപിക്കും. അപ്പൊ എത്രയോ കോടിക്കണക്കിന്, ബില്യൺ കണക്കിന് ഡോളറുകളുടെ ലാഭമാണ് എലോൺ മസ്കിന്റെ ഈ വരവോടുകൂടി സ്പൈസ് മേഖലയിൽ ഉണ്ടായത്. എലോൺ മസ്കിന്റെ എല്ലാ പുതിയ സംവിധാനങ്ങളും കൊണ്ടുവരുന്നത് എലോൺ മസ്കാണ്. ഡ്രൈവർ ഇല്ലാ വാഹനം, ഇലക്ട്രിക് വാഹനം, ടെസ്ല പോലെ. എലോൺ മസ്കിന്റെ ഒരു വാഹനമാണ് അമേരിക്കയുടെ ട്രാഫിക്കിലൂടെ, തിരക്ക് പിടിച്ച ട്രാഫിക്കിലൂടെ ഡ്രൈവർ ഇല്ലാതെ യാത്ര ചെയ്തിട്ട് തന്റെ യാർഡിൽ നിന്ന് മറ്റൊരു യാർഡിലേക്ക് പോയി അവിടെയുള്ള ചില വാഹനങ്ങൾ, ചില വസ്തുക്കൾ തന്റെ വണ്ടിയിൽ കയറ്റി, ഡ്രൈവർ ഇല്ല, വണ്ടിയിലേക്ക് അവിടെ നിന്നുള്ള ചില വസ്തുക്കളെ കയറ്റുന്നത് റോബോട്ടുകളാണ്. എന്നിട്ട് ഇതൊക്കെ തിരിച്ചു കയറ്റിയിട്ട് ഈ ട്രാഫിക് നഗരങ്ങളിലൂടെ ഒരു ഡ്രൈവറിന്റെ സഹായം ഇല്ലാതെ തിരിച്ചു തന്റെ യാർഡിൽ വന്ന് പാർക്ക് ചെയ്യുന്ന വീഡിയോ എലോൺ മസ്ക് തന്റെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരുന്നു. ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ. ഇപ്പൊ വണ്ടി തന്നെ ഇപ്പോഴും ഇറങ്ങുന്ന നമ്മുടെ സാധാ വാഹനങ്ങൾ തന്നെ 2 ലൈനിട്ട പിന്നെ 3 വരിപ്പാത 4 വരിപ്പാതയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ ലൈന് തെറ്റിയ വണ്ടി പിടിച്ച് ഉള്ളിൽ. ലൈന് തെറ്റിയ 3 വരിപ്പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ ഏതെങ്കിലും ഒരു ലൈന് തെറ്റി, നമ്മൾ മറ്റേ ലൈന് തെറ്റി, നടുവിലാണ് നമ്മൾ, മിഡിലൂടെയാണ് നമ്മൾ പോവുക. മിഡിലൂടെയാണ് നമ്മൾ പോവുക. ആ മിഡിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കമില്ലാതെ ബോധത്തിൽ പോകുന്ന ആരും ആ ലൈന് തെറ്റൂല. അപ്പൊ ആരും ഉറങ്ങുമ്പോഴാണ് തെറ്റ. ആ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറങ്ങുമ്പോ അറിയാതെ ലൈന് തെറ്റിയ പിടിച്ച് വീണ്ടും ഉള്ളേക്കന്നെ ഇടും.
സ്റ്റാരിങ് പിടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാരിങ് ഓട്ടോ, റോഡിനനുസരിച്ച് വണ്ടി ഇങ്ങനെ ഓടും. നമ്മൾ സ്റ്റാരിങ് ഒക്കെ കൈ ഉപേക്ഷിച്ച് നമുക്ക് പോകാൻ പറ്റും. ആക്സിലേറ്റർ കൊടുക്കണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ സാധാ വാഹനത്തിലുണ്ട്. ഇന്ന് വാങ്ങുന്ന എല്ലാ വാഹനത്തിലും വലിയ ഫുൾ ഓപ്ഷൻ എല്ലാ വാഹനത്തിലുണ്ട്. നിങ്ങൾ ആക്സിലേറ്റർ കാല് കൊടുക്കണ്ട, സ്റ്റാരിങ് പിടിക്കണ്ട. മുമ്പിൽ ഒരു വണ്ടി വന്ന ഓട്ടോമാറ്റിക് അതന്നെ നിൽക്കും. റിവേഴ്സ് എടുക്കുമ്പോൾ ബാക്കിൽ ഒരാൾ വന്നാൽ അതന്നെ ഓട്ടോമാറ്റിക് നിൽക്കും. എല്ലാ വണ്ടിയിലുണ്ട്. ഇതിനേക്കാളൊക്കെ ഡെവലപ്ഡ് ആയ ഒരു ടെക്നോളജിയാണ് എലോൺ മസ്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ സ്പേസിലൊക്കെ നിരന്തരമായി 4-5 ആളുകളൊക്കെ എപ്പോഴും സ്പേസിലുണ്ടെന്ന. സുനിത വില്യംസ് ഏകദേശം 8 മാസത്തോളം സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു ഇറങ്ങി. 4-5 ആളുകൾ സ്പേസിൽ നിന്നുണ്ടാവുന്ന. ഇനി യുദ്ധം നടക്കുകയാണെങ്കിൽ സ്പേസിൽ നിന്നാണ് യുദ്ധം നടക്കുക. അങ്ങനെയൊക്കെ കാലം വളരെ ഡെവലപ്പായി. ചിലപ്പോ ഇനി യുദ്ധം നടക്കുമ്പോ ഈ ഇന്നത്തേതുപോലെ മിസൈലുകളോ ബോംബുകളോ പിന്നെ സ്ഫോടനങ്ങളോ വാഹനങ്ങളോ ഇന്റർനെറ്റോ ഒന്നും ഇല്ലാത്ത സംവിധാനം ഉണ്ടാവാം. പഴയകാല കുതിരയിലേക്കൊക്കെ പോവാനും സാധ്യത ഏതുണ്ടാവാം. ഉണ്ടാവാൻ വളരെ ഈസിയാണ്. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ ലോകരാജാക്കന്മാരെന്ന് ചമയുന്ന ഒരു 4-5 രാജ്യങ്ങള് അവരുടെ കയ്യിൽ മൊത്തം ലോകത്തിന്റെ സംവിധാനങ്ങളെ തകർക്കാനുള്ള ആയുധങ്ങളുണ്ടെന്ന്. അമേരിക്ക വിചാരിച്ചാല് എല്ലാ രാജ്യങ്ങളും തകർക്കാൻ കഴിയും. ചൈന വിചാരിച്ചാൽ എല്ലാ രാജ്യങ്ങളും തകർക്കാൻ കഴിയും. റഷ്യ വിചാരിച്ചാൽ എല്ലാ രാജ്യങ്ങളും തകർക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം നടക്കാത്തത്? അമേരിക്കയ്ക്ക് ചൈനയെ പേടിയാണ്, ചൈനയ്ക്ക് അമേരിക്കയെ പേടിയാണ്. എന്തെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോഴേക്കും യമനിൽ പോയി അമേരിക്ക ബോംബിടുന്നുണ്ടല്ലോ, ഗസയിൽ പോയി ഇസ്രായേൽ ബോംബിടുന്നുണ്ടല്ലോ, സിറിയയിൽ പോയി അമേരിക്ക ബോംബ് നിക്ഷേപിക്കുന്നുണ്ടല്ലോ, റോക്കറ്റുകൾ അയക്കുന്നുണ്ടല്ലോ, മിസൈലുകൾ അയക്കുന്നുണ്ടല്ലോ. എന്താ ചൈനയിലേക്ക് അയക്കാത്തത്? ഏതെങ്കിലും അവിടുത്തെ ഒരു പ്രസിഡന്റിന് തോന്നാണ് നാട് മൊത്തം കുട്ടിച്ചോറാക്കാന്നെന്ന് തോന്നിയാല് അമേരിക്ക എന്നല്ല ലോകം മുഴുവനും തകർത്ത് തരിപ്പണമാക്കാനുള്ള ആയുധങ്ങൾ ഈ ലോകത്തെ വലിയ വൻ രാജ്യങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് എല്ലാം തകരും. അങ്ങനെ 4-5 രാജ്യക്കാർ പരസ്പരം യുദ്ധം ചെയ്താല് ഇവിടെ ഇന്റർനെറ്റ് ഉണ്ടാവൂല, ഇവിടെ കറന്റ് ഉണ്ടാവൂല, ഇവിടെ വാഹനങ്ങൾ ഉണ്ടാവൂല, ഫ്ലൈറ്റ് ഓടൂല, ട്രെയിൻ ഓടൂല. പിന്നെ നമ്മൾ വീണ്ടും കലിയുഗത്തിലേക്ക് പോകും. അങ്ങനെ ഒരു സാധ്യത കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു കാലം ഞാൻ പറയാണ്. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മള് കാലത്തിനനുസരിച്ച് മക്കളെ പാരന്റിങ് ചെയ്യേണ്ടത് പഠിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കെല്ലാം തിരിയാമെന്നുള്ള ചിന്തയിൽ നമ്മളാരും എന്ത് ചെയ്യരുത്, ഒതുങ്ങിക്കൂടരുത്. ലഹരി ഉപയോഗിക്കുന്ന മക്കളെ തിരിച്ചറിയാൻ കഴിയണം, പ്രേമിക്കുന്ന മക്കളെ തിരിച്ചറിയാൻ കഴിയണം. എല്ലാം നമ്മൾക്കറിയണം. ലഹരി ഉപയോഗിച്ചാൽ വീട്ടിൽ വന്ന് പറയുന്നൊരു ബന്ധം നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിൽ ഉണ്ടാവണം. ഞാനിന്ന് കഞ്ചാവ് അടിച്ചിട്ടുണ്ട് എന്ന് ഉപ്പയോട് പറയുന്ന ആ ഒരു ബന്ധം നിങ്ങളുടെയും മക്കളുടെ ഇടയിൽ ഉണ്ടാവണം. അതിന്റെ അർത്ഥം നിങ്ങൾ മക്കളെ കൂടി കൂടിയിട്ട് കഞ്ചാവ് അടിക്കണം എന്നല്ല. നിങ്ങളോട് പറയാതെ ലഹരി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് എവിടെന്നെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അത് നിങ്ങളോട് വന്ന് പറയുന്ന മക്കളല്ലേ. ടൂറൊക്കെ പോകുമ്പോ സ്കൂളിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും ചങ്ങാതിമാരുടെ കൂടെയായാലും ടൂറൊക്കെ പോകുമ്പോഴാണ് പലരും സിഗരറ്റ് പരീക്ഷിക്കുന്നത്, പലരും MDMA പരീക്ഷിക്കുന്നത്. ആ പരീക്ഷ ചിലപ്പോൾ ചങ്ങാതിമാർ പറയുന്നു അടിച്ചോക്കൂടെ, അത് വലിയ കുഴപ്പമൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ, ടൂറ് പോകുമ്പോഴല്ലേ, ഒന്ന് ഉപയോഗിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിപ്പിച്ചും തമാശയിലൂടെ വെറുതെ ഒന്നവരെ ടേസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ടേസ്റ്റ് ചെയ്താൽ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഉപ്പയോട് പറയണം, പറയാനുള്ളൊരു ബന്ധമുണ്ടാവണം. ഉപ്പ ഞാൻ ടൂറ് പോയപ്പോ MDMA ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇത് പറഞ്ഞാൽ ഉപ്പയ്ക്ക് അറിയും ചങ്ങാതിമാരുടെ കൂടെ പോയാൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും. അപ്പൊ അവനെ അടിക്കേണ്ട ആവശ്യമില്ല, അവനെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ അതിന്റെ സൈഡ് എഫക്റ്റും ദൂഷ്യഫലങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ എന്നോട് പറയണം എന്ന ഒരു പാരന്റിങ്, ആ രീതിയിലുള്ള ഒരു പാരന്റിങ് ആണ് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള കാലത്ത് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രേമിക്കുന്ന മക്കൾക്ക് ഉപ്പയോട് ഉമ്മയോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. വഴിപ്പോക്കന്മാര് ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലും ഇരുന്ന് പൂവാലന്മാര് നമ്പർ കൊടുക്കുമ്പോ തിരിച്ചു വിളിക്കുന്നതിന് പകരം ഉമ്മാന്റെ കയ്യിൽ ഉമ്മ ഇങ്ങനെ ഒരാൾ എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്, കുറെ കാലമായി എന്റെ ബാക്കിൽ കൂടുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യം നമ്മൾ മക്കൾക്ക് നൽകണം. അവർക്കൊരു പക്ഷെ അവർ ഇഷ്ടമായിരിക്കാം, അവർക്ക് ആരോടെങ്കിലും ഇഷ്ടമായാൽ ആ ഇഷ്ടം പോലും വീട്ടിൽ വന്ന് ഉമ്മയോട് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. ആ ഒരു സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ നൽകണം. അതല്ലാതെ 10-30 വർഷം മുമ്പ് 40 വർഷം മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ മസിൽ പിടിച്ചുകൊണ്ട് അടിച്ചും പേടിപ്പിച്ചും പിടിച്ചും ഭരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്ന കാലമാണിത്, ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന കാലമാണ്. എത്ര മക്കളാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നിരന്തരമായി ചെയ്യുന്നത്? തോറ്റുപോയാൽ സൂയിസൈഡ് അറ്റംപ്റ്റ്, പ്രണയം പൊട്ടിയാൽ അറ്റംപ്റ്റ്, അങ്ങനെ എല്ലാറ്റിനും അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൊട്ടാൽ പൊട്ടുന്ന ഒരു സംവിധാനമായതുകൊണ്ട് കരുതലോടെ സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഏതായാലും മഹാനായ സഹൽ ഇബ്നു തുസ്തരി എന്ന് പറയുന്ന 3 വയസ്സുകാരൻ ഉറങ്ങാൻ കിടക്കുമ്പോ പറയാൻ തുടങ്ങി, അല്ലാഹു മഈ, അല്ലാഹുവേ നീ എന്റെ കൂടെയാണ്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ് എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി ഖൽബ് കൊണ്ട്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് ദിവസമാകുമ്പോൾ ഞാൻ എന്റെ അമ്മാവനോട് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു സിവാറിനോട് ഞാനിത് പറയാൻ തുടങ്ങി ദിവസങ്ങളായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി മുതൽ 7 തവണ പറയണം ഉറങ്ങാൻ കിടക്കുമ്പോ, 7 തവണ പറയണം, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നാവ് കൊണ്ടല്ല. 7 തവണ പറയാൻ തുടങ്ങി. പിന്നെയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞു, 11 തവണ പറയണം, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്ന് 11 തവണ പറയണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞപ്പോൾ ഫവജദ ഫീ ഖൽബി ഹലാവ, എന്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത മാധുര്യം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഞാനിത് പറയാൻ തുടങ്ങിയപ്പോ എന്തെന്നില്ലാത്തൊരു മാധുര്യം എനിക്ക് ലഭിക്കാൻ തുടങ്ങി, ഒരു ആസ്വാദനം. ഞാൻ പറഞ്ഞില്ലേ, അർത്ഥമറിഞ്ഞ് ഓതുമ്പോഴാണ് മാധുര്യം ലഭിക്കുക, ആസ്വാദനം ലഭിക്കുക. അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബാക്കള്, താബിഈങ്ങളൊക്കെ ഖുർആൻ ഓതുമ്പോ കരഞ്ഞു പോയത്. മഹാനായ അലി ഫുലൈൽ ഇബ്നു ഇയാദ് എന്നവരുടെ പൊന്നുമോൻ അലി ഇബ്നു ഫുലൈൽ എന്നവർ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ അൽ ഖാരിഅതു മൽ ഖാരിഅ എന്ന സൂറത്ത് ഓതുമ്പോഴാണ് നിസ്കാരത്തിൽ ബോധം കെട്ട് നിലത്ത് വീഴുന്നത്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. മഹാനായ അബൂ ഹനീഫ ഇമാം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന സൂറത്ത് ഇശാ നിസ്കാരത്തിന് ഇമാം ഓതുന്നത് കേട്ടപ്പോഴാണ് കരയാൻ തുടങ്ങിയത്. സുബഹി നിസ്കാരം വരെ പള്ളിയിലിരുന്നൊറ്റ കരച്ചിലാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു നന്മ ചെയ്താൽ അല്ലാഹുവേ അതിന് പ്രതിഫലം തരുന്നവനാണ് നീ, ഒരു തിന്മ ചെയ്താൽ അതിന്റെ പേരിൽ ശിക്ഷ നൽകുന്നവനാണല്ലോ അല്ലാഹ്. എന്നെ നീ എന്റെ നന്മയ്ക്ക് മുൻതൂക്കം നൽകണേ അല്ലാ, തിന്മയിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ എന്ന് ഇശാ നിസ്കാരം മുതൽ സുബഹി വരെ കരഞ്ഞുകൊണ്ട് മഹാനായ അബൂ ഹനീഫ ഇമാം ദുആ ചെയ്യുന്നുണ്ട് പള്ളിയിൽ കിടന്നിട്ട്. ഇതൊക്കെ എന്തുണ്ടാ? അർത്ഥറിയുന്നതുകൊണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ രാത്രിയായാൽ വിത്ർ നിസ്കാരത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കാറുണ്ട്. മടുപ്പ് വരൂല. എന്തുകൊണ്ട്? അർത്ഥം അറിയുന്നത് കൊണ്ട് ആസ്വദിച്ച് ഓതാൻ അവർക്ക് കഴിയുന്നു. നമ്മൾക്ക് അർത്ഥം അറിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് മടുപ്പ് വരാം. അപ്പൊ പരിഹാരം എന്താ? നമ്മളെല്ലാവരും ഖുർആനിന്റെ അർത്ഥം പഠിക്കാനുള്ള സംവിധാനങ്ങൾ, പഠിക്കാനുള്ള വഴികളാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. യൂട്യൂബ് എല്ലാവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അറബി പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ഖുർആൻ പഠിക്കാനുള്ള, ഖുർആന്റെ അർത്ഥം പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, വളരെ ഈസിയാണ്. അങ്ങനെ മഹാനായ മുഹമ്മദ് ഇബ്നു സിവാർ എന്നവർ 11 പ്രാവശ്യം പറയാൻ തുടങ്ങി. അങ്ങനെ എന്റെ കൽബിൽ എന്തെന്നില്ലാത്ത മാധുര്യമുണ്ടായി. ആ സമയത്താണ് എന്റെ അമ്മാവൻ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറയുന്നത്, നീ അല്ലാഹു നിന്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞില്ലേ? അല്ലാഹു നിന്നെ നോക്കുന്നുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞില്ലേ? അല്ലാഹു നിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലേ? അങ്ങനെ അല്ലാഹു കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ കഴിയുക? അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്റെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും അല്ലാഹു സാക്ഷിയാണ്, അഥവാ CC ക്യാമറയുണ്ട് എന്നറിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയാണ് ജോലി സ്ഥലത്ത് ഉഡായിപ്പ് നടത്താൻ കഴിയുക? പണിയെടുക്കാതെ കിടന്നുറങ്ങാൻ കഴിയുക? വെറുതെ സൊറ പറഞ്ഞിരിക്കാൻ കഴിയുക? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബദാമും ആൽമണ്ടും ക്യാഷും ഒക്കെ തിന്നാൻ കഴിയുക? CC ക്യാമറ ഉണ്ട്, ഇത് മുതലാളി കാണൂലേ? പള്ളിയിൽ നിന്ന് ചെരുപ്പ് മോഷ്ടിക്കാൻ കഴിയുക? CC ക്യാമറ ഉണ്ടല്ലോ. ഇതേപോലെ അള്ളാഹുവിന്റെ ക്യാമറ നിന്നിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന ഒരു ബോധം നിനക്കുണ്ടായാൽ നിനക്ക് എങ്ങനെയാണ് തെറ്റു ചെയ്യാൻ കഴിയുക എന്ന് സഹൽ ഇബ്നു തുസ്തരി എന്ന് പറയുന്ന 3 വയസ്സുള്ള കുട്ടിയോട് മഹാനായ മുഹമ്മദ് ഇബ്നു സിവാർ എന്നവർ ചോദിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മക്കളുടെ കൽബിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരു വാക്ക് സംസാരിച്ചാൽ അല്ലാഹു റെക്കോർഡെയും. നോക്കൂ നിങ്ങൾ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. തുവസ്വിസു ബിഹി നഫ്സുഹു, നിങ്ങളുടെ ശരീരം മന്ത്രിക്കുന്നത് പോലും ഞാൻ അറിയാമെന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളുടെ ശരീരം മന്ത്രിക്കുന്നത് പോലും അല്ലാഹുക്കറിയാം. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ കട്ടുനോട്ടം അല്ലാഹുവിനറിയാം,
അതോടൊപ്പം നിങ്ങളുടെ ഖൽബിൽ മറഞ്ഞിരിക്കുന്ന ചിന്തകൾ പോലും അല്ലാഹുവിനറിയാം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ ചെവിയെക്കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. നിങ്ങളുടെ കണ്ണിനെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. എന്തിനേറെ ഖൽബിലുണ്ടാകുന്ന ചിന്തകൾ വരെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിക്കണം, ചെവിയെ സൂക്ഷിക്കണം. എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അതെ മുടി കറുപ്പിക്കല് ഹറാമാണോ, താടി കറുപ്പിക്കല് ഹറാമാണോ? ഞാനതിന് മറുപടി പറയും. ആര് ചോദിച്ചാല്, ഒരു ഹറാമും ചെയ്യാത്ത ആള് ചോദിച്ചാൽ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആള് വന്നിട്ട് ചോദിച്ചാൽ അതിനുള്ള മറുപടി കൊടുക്കുക. ഈ ചോദിക്കുന്ന ആള് നാവിനെ സൂക്ഷിക്കുന്ന ആളല്ല. നാവിനെ സൂക്ഷിക്കൂല, ഗീബത്ത് പറഞ്ഞു നടക്കും, നന്നായി ഗീബത്തും ഫിത്ന ഉണ്ടാക്കും. ഞാൻ ചോദിച്ചു, നീ ഇതുവരെ ഗീബത്തും നമീമത്തൊക്കെ പറയലുണ്ടോന്ന് ചോദിച്ചു. മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ളവരുടെ അഭാവത്തിൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, അത്ര വലിയ തെറ്റല്ലേ ഇത്. നീ ആരും അറിഞ്ഞോ അറിയാതൊക്കെ ആളുകളുടെ മുമ്പില് പെൺകുട്ടികളെ കാണാറുണ്ടോ, നോക്കാറുണ്ടോ, വായ നോക്കാറുണ്ടോ? ഉണ്ട്. അത്ര വലിയ തെറ്റല്ലേ ഇത്. നമ്മൾ താടി കറുപ്പിക്കുന്നുണ്ടോ, മ്യൂസിക് കേൾക്കുന്നുണ്ടോ എന്നൊക്കെയാണ് വലിയ തെറ്റായിട്ട് പലരും കാണുന്നത്. ആളുകൾ താടി കറുപ്പിച്ച അയാൾ വലിയൊരു ദമ്മാടി, ഒരാൾ മ്യൂസിക് കേട്ടാൽ അയാളും വലിയ ദമ്മാടി. നേരെ മറിച്ച് 30 വ്യഭിചാരങ്ങളെക്കാളും അപകടകരമാണ് ഗീബത്ത് എന്ന് പറഞ്ഞിട്ട് അതെല്ലാവർക്കും ലാഘവത്തോട് ചെയ്യാണ്. ഒരു മടിയില്ലാതെ അങ്ങോട്ട് ചെയ്യാൻ ആർക്കൊരു പേടിയില്ല. ഗീബത്തിനെ കുറിച്ച് ആർക്കൊരു ടെൻഷൻ ഇല്ല. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. നിങ്ങളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ടാണ് മഹാന്മാരായ മലക്കുകൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്താ റെക്കോർഡ് ചെയ്യുന്നത്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ എന്ത് സംസാരിച്ചാലും പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ മലക്കുകൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങള്. ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഖുലുഖുൻ ദമീം, നിന്ദ്യമായ, ഏറ്റവും നീചമായ വൃത്തികെട്ട സ്വഭാവം. വദംബുൻ അലീം, മഹാപാപമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. യുഫ്സിദുൽ ഖുലൂബ, ഒരു മനുഷ്യന്റെ ഖൽബിനെ, ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു രോഗമാണിത്. വയുത്ഫിഉ നൂറൽ മഹബ്ബത്തി ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിലുള്ള സ്നേഹങ്ങളെ കെടുത്തിക്കളയുന്ന ഒരു മഹാപാപമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. സ്നേഹിക്കുന്ന ആളുകളുടെ സ്നേഹത്തെ കെടുത്തിക്കളയുന്ന, സ്നേഹിക്കുന്ന ആളുകളുടെ ഖൽബിൽ വെറുപ്പുണ്ടാക്കുന്ന മഹാപാപമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അത് വ്യാപകമായ ഏറ്റവും അപകടം പിടിച്ച ഒരു രോഗമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരും അതിന്റെ ആളുകളാണ്. ഉസ്താദുമാരായാലും പണ്ഡിതന്മാരായാലും നേതാക്കന്മാരായാലും നാട്ടുകാരായാലും നാവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ എല്ലാവരും ബാക്ക്വേർഡാണ്. എല്ലാവരും ബാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കുന്ന ആളെ കാണണോ? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അയാളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. അയാൾ വലിയ തഹജ്ജുദിന്റെ ആളാവൂല, അയാൾ വലിയ ഖുർആൻ ഓതുന്ന ആളാവൂല, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്ക് പോകുന്ന ആളാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച ആളുകളെ കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തിയാല് നിങ്ങൾക്ക് എല്ലാ മയ്യിത്തിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടർ അയാളുടെ നാവിനെ സൂക്ഷിക്കുന്ന ആളായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, വെറുതെ ബടായി വിടുന്നതല്ല, നിങ്ങൾക്ക് തിരിയണം. സത്യസന്ധമായിട്ടും നിങ്ങൾക്കറിയണം ഒരാൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചിട്ടുണ്ട്. നിങ്ങൾ സാക്ഷിയാകും ചില മരണങ്ങളിൽ. അത്തരം മരണങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ, ഒരു റിസർച്ച് ചെയ്തു. ആ മരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് റിസർച്ച് ചെയ്താൽ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും, അയാൾ നാവിനെ സൂക്ഷിച്ച ആളാണ്. അതല്ലാതെ അയാൾ രാത്രി എണീറ്റിട്ടു തഹജ്ജുദ് നിസ്കരിച്ചെന്നോ, അയാൾ വലിയ ഖുർആൻ ഓതിയെന്നോ, അയാൾ വലിയ നിസ്കരിച്ചെന്നൊന്നും നമുക്ക് കിട്ടൂല. അയാൾ നാവിനെ സൂക്ഷിച്ച ആളാണ്. അയാൾ ജീവിതത്തിൽ ഒരു തവണ പോലും നാവ് കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താത്ത ആളാണ് എന്ന ഒരു പാഠം നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെങ്കിലുള്ള വഴി എന്താണ്? നമ്മൾ നാവിനെ സൂക്ഷിക്കണം.
ഗീബത്ത് പറയാൻ പാടില്ല, ഫിത്ന പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ പറയാൻ പാടില്ല. എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയും. ഞാൻ എത്രയോ ആളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്നോട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്ന ആരുടെയെങ്കിലും ഒരു കഥ പറഞ്ഞാല് ഞാൻ പിന്നെ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്തായിരുന്നു അവരുടെ പ്രത്യേകത എന്നുള്ളതാണ്. അയാളങ്ങനെ മരിക്കാനുള്ള കാരണം എന്തായിരിക്കും, അവരുടെ പ്രത്യേകത എന്താണ്? അപ്പോ ഞാൻ പഠിച്ചെടുത്ത് ഞാൻ മനസ്സിലാക്കിയ 10-15ഓളം ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയത് അവരെല്ലാവരും നാവിനെ സൂക്ഷിക്കുന്ന ആളായിരുന്നു. അതിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ വരെയുണ്ട്, ബാങ്കിൽ ജോലി ചെയ്ത ബാങ്ക് ഉദ്യോഗസ്ഥൻ വരേണ്ടതിൽ അവർക്ക് നാവിനെ സൂക്ഷിക്കുന്ന ആളായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഹൽ യകുബ്ബുന്നാസ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുമെങ്കിൽ അത് അവരുടെ നാവ് കൊണ്ട് മാത്രമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നാവ് കൊണ്ടല്ലാതെ ഒരാളും നാളെ നരകത്തിലെത്തൂല എന്നാണ് ഈ ഹദീസ് പറയുന്നത്. നാവ് കൊണ്ടല്ലാതെ ഒരാളും നാളെ നരകത്തിലെത്തൂല. ആരെങ്കിലും ഒരാൾ, അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുമെങ്കിൽ അതിന്റെ ഏക കാരണം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് കൊണ്ട് അവർ ചെയ്ത തെറ്റു മാത്രമായിരിക്കുമെന്നാണ് ഹദീസ് പറയുന്നത്. കള്ളു കുടിച്ചാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകും, അയാൾ തൗബ ചെയ്യാൻ തയ്യാറായാൽ. വ്യഭിചരിക്കുന്നവനും അല്ലാഹു മാപ്പ് നൽകും, അയാൾ തൗബ ചെയ്യാൻ തയ്യാറായാൽ. എന്നാൽ നാവ് കൊണ്ട് ഫിത്നയുണ്ടാക്കിയവൻ, അയാൾക്ക് അല്ലാഹു എത്ര തൗബ ചെയ്താലും മാപ്പ് കൊടുക്കൂല. താടി കറുപ്പിച്ചവന് തൗബ ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകും, മ്യൂസിക് കേട്ടവന് തൗബ ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നാവിലൂടെ ഫിത്നയുണ്ടാക്കുന്ന ഒരാൾക്കും പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ച് തൗബ ചെയ്താലും അല്ലാഹു പൊറുത്തു തരൂല. ആരെയാണോ ഫിത്നയുണ്ടാക്കിയത് അവര് പൊറുത്തു തരാതെ, അവര് മാപ്പ് തരാതെ. 30 വ്യഭിചാരങ്ങളെക്കാളും അപകടമാണ് ഗീബത്ത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെറുതാണ് എന്നല്ല, വ്യഭിചാരം മഹാപാപം തന്നെയാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ ഭയാനകം തന്നെയാണ്, എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ശിക്ഷ തന്നെയാണ്. ഇത്രയും ഭയാനകമായ 30 വ്യഭിചാരം ചെയ്താലും ഒരു ഗീബത്തിലേക്ക് എത്തൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് നമ്മൾക്ക് ഗീബത്തിനെ കുറിച്ച് ആർക്കും അന്വേഷിക്കേണ്ട. ഗീബത്ത് പറയുന്നത് തെറ്റാണോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജ് കിട്ടി പറയാം. ഗീബത്ത് പറയല് തെറ്റാണോ, ഗീബത്ത് പറയല് അനുവദനീയാണ്, ആർക്കും കുഴപ്പമില്ല, പറയന്നെ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ താടിനെ കുറിച്ച് ചോദിക്കും? ചെയ്തോളി, ഗീബത്ത് ചെയ്യുന്ന പോലെ ഇത് ചെയ്താൽ പോലെ. പിന്നെ ഇതിനെ കുറിച്ച് പ്രത്യേക ഒരു ചോദ്യം വേണോ? ഇതിനിപ്പോ എന്താ പ്രത്യേകത? മുടിയെടുക്കുമ്പോ മുടിയുടെ നീളം കുറച്ച് കൂടിയോ കുറഞ്ഞോ അതൊക്കെയാണ് വലിയ ചർച്ച. മുമ്പിൽ ഒരു 2 സെന്റിമീറ്റർ കൂടി, ബാക്കിൽ 2 സെന്റിമീറ്റർ കുറഞ്ഞു, അതല്ലേ ഇപ്പൊ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണം. അല്ലാഹു ഓരോ ആളുകളുടെ മുടിയുടെ അളവ് നോക്കിയിട്ടാണ് നരകത്തിലിട. അതൊക്കെയാണ് വലിയ ചർച്ച ആളുകൾക്കിടയിൽ. അതൊന്നുമില്ല, അതൊക്കെ റബ്ബ് നിങ്ങളുള്ളതാ. അതൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പൊ കറുപ്പിക്കുന്നതിനെയോ അല്ലെങ്കിൽ മ്യൂസിക്കിനെയോ അല്ലെങ്കിൽ വേറെന്ത് തെറ്റി ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറയാം, അതല്ല. അതിനേക്കാളൊക്കെ എത്രയോ വലുത് സൂക്ഷിക്കാനുണ്ട് ഇവിടെ. നാവ് തന്നെയാണ്. നാവ് സൂക്ഷിക്കാത്തവന് സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റൂല. അതന്നെയാണ് ഫാക്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ബന്ധങ്ങളെ തകർക്കുന്നതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഏറ്റവും മോശമായ സ്വഭാവമാണ് ഗീബത്ത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏറ്റവും മോശമായ ഭക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ തിന്നുന്നതിൽ ഏറ്റവും ഷർറായ അപകടം പിടിച്ച ദയനീയമായ ഭക്ഷണം എന്ന് പറയുന്നത് മറ്റൊരാളെ കുറിച്ച് ഗീബത്ത് പറയലാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എങ്ങനെ ഗീബത്ത് ഇത്ര അപകടം പിടിച്ച തെറ്റാവാതിരിക്കും? നമ്മൾക്കൊരു ബന്ധവുമില്ലാത്ത, നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത മറ്റൊരാളുടെ അഭിമാനത്തെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പിച്ചു ചീന്ത? മറ്റൊരാളുടെ ഐഡന്റിറ്റിയെ നമ്മൾ എങ്ങനെയാണ് പിച്ചു ചീന്തുന്നത്, കളിയാക്കുന്നത്? ഒരാളെ സമൂഹ മധ്യേ ഇൻസൾട്ട് ചെയ്യാൻ ആരാ നമ്മൾക്ക് അവകാശം തന്നത്? അവർ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടിയായതുപോലെ അവരും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അവര് നമ്മുടെ മക്കളല്ല.
അവര് നമ്മുടെ ചെലവിൽ ജീവിക്കുന്നവരല്ല, അവര് നമ്മുടെ അടിമകളല്ല. പിന്നെങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയെ കുറിച്ച് മറ്റൊരാളോട് നമ്മൾ പരാതി പറയാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ശക്തമായ അസഹനീയമായ ഒരു പല്ലുവേദന ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കണേ, പല്ലിന്റെ വേദന മാറിയിട്ടുണ്ടോ? അണപ്പല്ലിന് വല്ലാത്ത വേദന ഉണ്ടായിരുന്നു. നബിയോട് പോലും സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ല. സിദ്ദീഖ് തങ്ങളോട് ചോദിക്കണം പല്ലിന്റെ വേദന മാറിയിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മാറി നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്തേ നിങ്ങൾ എന്നോടത് പറയാത്തത്? പല്ലിന് വേദനയുള്ളത്. അപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്, കൈഫ അഷ്കു അനിൽ ഹബീബി ഇലൽ ഹബീബ്. എന്റെ ഒരു ഹബീബിനെ കുറിച്ച് മറ്റൊരു ഹബീബിനോട് ഞാൻ എങ്ങനെയാ പരാതി പറയാ? ഈ അസുഖം തരുന്നത് എന്റെ ഹബീബായ അള്ളാഹുവാണ്, അള്ളാഹു തന്ന അസുഖമാണ്. ഈ അസുഖത്തെ എങ്ങനെയാണ് നബിയെ എന്റെ ഹബീബായ നിങ്ങളോട് ഞാൻ പരാതി പറയാ? നോക്കൂ, നിങ്ങള് ഇങ്ങനെ ചിന്തിക്കാൻ എന്തേ നമ്മൾക്ക് കഴിയാത്തത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ തലയും നബി തങ്ങളുടെ ശരീരവും മടിത്തട്ടിൽ വെച്ചിട്ട് സൗറന്ന ഗുഹയിൽ കിടന്നുറങ്ങുമ്പോ ശരീരത്തിലേക്ക് വിഷലിപ്തമായ എന്തോ ഒരു ജീവി വന്ന് കടിച്ചിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ ശരീരത്തിന്റെ കളർ മാറി വേദന സഹിക്കാൻ കഴിയാത്ത സമയത്ത് പോലും മഹാനായ സിദ്ദീഖ് തങ്ങൾ പരാതി പറഞ്ഞില്ല. അസഹനീയമായ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികള് ഇറ്റി വീണപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക് പാമ്പ് കടിച്ചു എന്നുള്ള വിവരം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അറിയുന്നത്. കൈഫ അഷ്കൂ അനിൽ ഹബീബി ഇലൽ ഹബീബ്. എന്റെ ഒരു സ്നേഹിതൻ എനിക്ക് തന്ന സുഖത്തെ മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെയാ പറയാ? നോക്കൂ നിങ്ങൾ, അവരുടെയൊക്കെ ചിന്തകൾ നോക്കൂ. അതിനിടയിലാണ് ഒരു കാരണം പോലുമില്ലാതെ തമാശയായിട്ടും സീരിയസ് ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. ആദ്യം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ആ ഒരു തെറ്റാണ്. ഇവിടെ ഇരിക്കുന്ന 60 കഴിഞ്ഞ ഉമ്മമാരെ, 60 കഴിഞ്ഞ ഉപ്പമാരെ, നിങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കുന്ന ആ രീതിയിൽ മരിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അള്ളാഹുവിന്റെ മതം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. അള്ളാഹുവിന്റെ മാലാക്കമാര് കടന്നു വന്നിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരികയാണ്. അല്ലാഹു തആല നമ്മുടെ കണ്ണിനൊരു മറയിട്ടിട്ടുണ്ട്. ഈ സമയം ഇപ്പൊ എല്ലാവരുടെ കണ്ണിനും ഒരു മറയുണ്ട്. മരിക്കുന്ന സമയമായാൽ അള്ളാഹു നമ്മുടെ കണ്ണിന്റെ മറയെ അങ്ങോട്ട് എടുത്തു മാറ്റും. അപ്പോഴേക്കും മരിക്കുന്നവന് സ്വർഗം കണ്ട് മരിക്കാൻ കഴിയും. കണ്ണിന്റെ മറ എടുത്തു മാറ്റും. ഫബസറുകൽ യൗമ ഹദീദ്. ഇരുമ്പിന്റെ മൂർച്ചയായിരിക്കും നിങ്ങളുടെ കണ്ണിന്. ഇപ്പൊ കണ്ണിന് ഇത്ര ദൂരെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫബസറുകൽ യൗമ ഹദീദ്, അത്രയും ഷാർപ്നെസ് ആയി നിങ്ങൾക്ക് കണ്ണിന്റെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാൻ കഴിയാത്ത പലതും നിങ്ങളുടെ മരണശേഷം കാണാൻ കഴിയും. സ്വർഗം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം. ഖബറിലിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് കാണാൻ കഴിയും. ഖബറിലിരിക്കുന്ന നിങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണെങ്കിൽ അവർക്ക് നമ്മുടെ വീട് കാണാൻ കഴിയും, വീടിലിരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ കണ്ടതും അവിടുത്തെ കഥകൾ പറഞ്ഞതൊക്കെ 100 കണക്കിന് ഓതന്റിക്കായ ചരിത്രങ്ങൾ സ്വഹാബാക്കളിൽ നിന്നുണ്ട്, താബിഈങ്ങളിൽ നിന്നുണ്ട്. മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരുടെ കഥകൾ ഖബറിൽ വെച്ച് കാണുന്നത്, സിയാറത്ത് ചെയ്യാൻ വരുന്ന മക്കളെ കാണുന്നത്, സിയാറത്ത് ചെയ്യാതെ പോകുന്ന മക്കളെ കാണുന്നത്, അങ്ങാടിയിൽ വെച്ച് ഖുർആൻ ഓതുന്ന മക്കളെ ഖബറിൽ വെച്ച് കാണുന്നത്, ഇതൊക്കെ ഓതന്റിക്കായ ഗ്രന്ഥങ്ങളിൽ 100 കണക്കിന് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഖബറിൽ കിടക്കുന്ന ഓരോ മനുഷ്യനും ഫബസറുകൽ യൗമ ഹദീദ് ഫകശഫ്നാ അൻക ഗിതാഅക്, നിങ്ങളുടെ കണ്ണിന്റെ മൂടി അല്ലാഹു എടുത്തു മാറ്റും. ആ ഖബറിൽ കിടന്നാൽ നിങ്ങൾക്ക് ഭൂമിയിലുള്ള പലതും കാണാൻ കഴിയും. ഇപ്പൊ ഒരു മൂടിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വളരെ ഈസിയാണ്. ചെയ്തുപോയ, പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്ന് വരെ ചെയ്തുപോയ എല്ലാ പാപങ്ങളും അല്ലാഹുവിനോട് തുറന്നു പറയണം. പടച്ചോനോട്, നാട്ടുകാരോട് പറയണ്ട, അല്ലാഹുവിനോട് പറയണം.
അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് തൗബ ചെയ്യിച്ചാൽ അള്ളാഹു പുറത്തു തരാത്ത പാപങ്ങളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്, ആ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് നന്മ ചെയ്തവനാണ് ഏറ്റവും നല്ലവനെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. 60 വയസ്സിന്റെ ശേഷം ജീവിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം എനിക്ക് പ്രായമായി, ഞാൻ വയസ്സായി എന്ന് ഒരാൾക്ക് തിരിച്ചറിയുന്നത് 60 കഴിയുമ്പോഴാണ്. 60 വയസ്സ് വരെ എല്ലാവർക്കും തോന്നുന്നത് ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരനാണെന്ന്. എനിക്ക് തോന്നിപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണെന്ന്. പക്ഷെ ഞാനൊരു 10 വയസ്സൊക്കെ ഉണ്ടാകുമ്പോ 25 വയസ്സുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ഇവർക്ക് എത്ര വലുതായി, ഇവരെ പോലെ ആവണായിരുന്നു, ഇവർക്ക് എത്ര വലുതായി എന്ന് നമ്മൾ വിചാരിച്ചത്. 25ഉം 28ഒക്കെ വയസ്സുള്ള ആളുകളെ കാണുമ്പോൾ ഇവരൊക്കെ വലിയ വയസ്സന്മാരായി എന്ന് തോന്നിയിരുന്നു. നമ്മളിപ്പോ ആ പ്രായപ്പോ നമുക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്, നമ്മളിപ്പോഴും കുട്ടികളാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. 40 വയസ്സായ ആളുകൾക്ക് തോന്നുന്നത് നമ്മളിപ്പോഴും കുട്ടിയാണെന്ന്. 45 വയസ്സുകാരന് തോന്നുന്നത് നമ്മളിപ്പോഴും കുട്ടിയാണ്. 55 വയസ്സുകാരന് തോന്നുന്നത് നമ്മളിപ്പോഴും കുട്ടിയാണ്. എപ്പോഴാണ് ഒരാൾക്ക് പ്രായമായി തോന്നുക? 60ഒക്കെ കഴിഞ്ഞ് പഴയതുപോലെ എണീറ്റ് നടക്കാൻ കഴിയുന്നില്ല, തിന്നാൻ കഴിയുന്നില്ല, മുട്ടും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി, ഓടാൻ കഴിയുന്നില്ല, കിതപ്പ് വരാൻ തുടങ്ങി, കാഴ്ച ശക്തി കുറഞ്ഞ്, ലോങ് സൈറ്റ് ഇല്ല, കേൾവി ശക്തി കുറഞ്ഞ്, അപ്പൊ തോന്നി തുടങ്ങും എന്റെ കുട്ടിപ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രായമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു തോന്നൽ വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ വലിയ സൗഭാഗ്യമുള്ള ആളുകളാണ്. പ്രായമാവുക എന്നത് മോശമല്ല, പ്രായമാകുന്നത് മോശമാണോ? ഇപ്പൊ താടി എന്തിനൊരാൾ കറുപ്പിക്കുന്നത്? എനിക്ക് പ്രായമായിട്ടില്ല എന്ന് തോന്നിപ്പിക്കാനല്ലേ? പ്രായമാവല് മോശമാണോ? ഇത് കറുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യന്. അവൻ ആ നിര അങ്ങനെ നിലനിർത്തിക്കോട്ടെ. ഇപ്പൊ നീ കറുപ്പിച്ചാലും നാട്ടുകാർക്ക് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം. എത്ര കറുപ്പിച്ചടന്നാലും 2 ദിവസം കഴിയുമ്പോ നിങ്ങളുടെ പുതിയതായി വരുന്ന താടിയുടെയും മുടിയുടെയൊക്കെ കുറ്റി കാണാൻ തുടങ്ങും. ആ വെള്ള പഞ്ചാരത്തുള്ളി ഇങ്ങനെ കാണാൻ തുടങ്ങും മുകളില്. അപ്പൊ ആൾക്കാർക്ക് അറിയില്ല എന്ത് താടി നരച്ചിട്ടുണ്ട്. നിനക്കാകെ ഈ താടി കറുപ്പിച്ചാൽ കിട്ടുന്നത് 2 ദിവസമൊക്കെ ഇതിങ്ങനെ ഡൈ ചെയ്ത് കറുപ്പിച്ചെടുക്കുക കുട്ടപ്പന്മാരായിട്ട്. 3-ാമത്തെ ദിവസം ആകുമ്പോ ഇതിന്റെ പുള്ളി വെളുത്തിട്ട് കാണാൻ തുടങ്ങും. പിന്നെ ആൾക്കാർക്ക് അറിഞ്ഞില്ല നീ നരച്ചു പോയ ആളാണ്, ആരെ കാണിക്കാനായി നീ ഇങ്ങനെ ആഴ്ചയിൽ, പിന്നെ ഡെയിലി 2 ദിവസത്തിലൊരുക്കെങ്കിലും കറുപ്പിക്കണം എങ്കിലും ഒക്കെ, എല്ലാ ദിവസവും കറുപ്പിക്കുകയാണെങ്കിലും ഒക്കെ. അപ്പൊ ആരും കാണൂല, നീ എപ്പം കുട്ടപ്പനായിട്ട് എനിക്ക് ജീവിക്കാം. സിനിമാ നടന്മാര് കറുപ്പിക്കുന്നത് നോക്കണ്ട, അവരാകെ സിനിമയിൽ ഈ കറുപ്പിച്ച് നടക്കുന്നുള്ളൂ. പിന്നെന്തെങ്കിലും പ്രോഗ്രാമുകളിൽ, സിനിമയിൽ എന്തായാലും അഭിനയം എന്നുള്ളത് ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് ഡൈ ചെയ്താൽ ഒരു ദിവസം ഫുള്ള് പല സീനുകൾ അഭിനയിക്കാൻ പറ്റും. നമ്മളങ്ങനെയല്ല, നമ്മൾ ജീവിക്കാണ്, അഭിനയിക്കല്ല. അല്ലെങ്കിൽ വയസ്സാകുന്നത് ഇത്ര മോശമാണോ? എന്തുകൊണ്ടാണ് ആളുകൾ, വയസ്സായ ആളുകൾക്ക് യൗവനത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം വരുന്നത്? എല്ലാവർക്കും ഇല്ലേ? 60 വയസ്സായ ആളുകൾക്കൊക്കെ ഇനിയൊന്ന് യുവാവായ കുഴപ്പമില്ല എന്ന് തോന്നാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഇനി എനിക്ക് കുറെ വയസ്സാവണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ഇവിടെയുള്ള ആരെങ്കിലും ഒരാള് എനിക്ക് ഇനിയും യൗവനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ഇവിടെയുള്ള ആരെങ്കിലും ഒരാള് എനിക്ക് ഇനിയും കുറെ വയസ്സാകണം, ഇനി അടുത്ത ഒരു 65, 66 എനിക്ക് കാണണം, 67 എനിക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം തരാൻ. നിങ്ങൾക്ക് 25 വയസ്സിലേക്ക് തിരിച്ചു പോകണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന 67, 70, 80 ഒക്കെ നിങ്ങൾക്ക് കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? ഏതാ നിങ്ങൾ തിരഞ്ഞെടുക്കുക? എന്തായാലും എല്ലാവരും തിരഞ്ഞെടുക്കുന്ന എന്തായിരിക്കും? 25ലേക്കുള്ള തിരിച്ചുപോക്കാണ്. എന്താ അതിന്റെ അർത്ഥം? വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ട്യൂസ്ഡേ വിത്ത് മോറി. മോറി എന്ന് പറയുന്ന ഒരു അധ്യാപകനുമായിട്ട് ശിഷ്യൻ നടത്തുന്ന ഒരു സംഭാഷണം, ചർച്ചയാണ്. അതില് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വയസ്സാകുന്നതിനനുസരിച്ച് പേടി തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് വയസ്സാകുമ്പോ വെറും യു എവർ അഫ്രൈഡ് ടു ഗ്രോ ഓൾഡ്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വയസ്സാകുന്നതിനെ പേടി തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൾക്കത് 60 വയസ്സൊക്കെ കഴിഞ്ഞ് രോഗിയായി കിടക്കാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവസാനത്തെ 14 ചൊവ്വാഴ്ചകളിൽ അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖം, അറിയപ്പെട്ട ഒരു പ്രൊഫസർ. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും തന്റെ ശിഷ്യൻ വന്നിട്ട് ഒരു അഭിമുഖം നടത്തും. അതിൽ ഒരു ദിവസം ചോദിക്കുന്നത് പ്രായമാകുന്നതിനെ കുറിച്ചാണ്. ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമാകുന്നതിന് പേടിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഐ എംബ്രേസ് ഏജിങ്, എനിക്ക് വയസ്സാകുന്നതിനെ ഞാൻ കയ്യും നീട്ടി സ്വീകരിക്കുകയാണ്. ഇനി എനിക്ക് വയസ്സാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു.
അപ്പൊ ഇവന് വലിയ അത്ഭുതത്തിൽ ശിഷ്യൻ ചോദിക്കും, എംബ്രേസ് ഇറ്റ്, വയസ്സാകുന്നതിനെ നിങ്ങൾ കാത്തിരിക്കാണോ, ആവേശത്തോടെ കാത്തിരിക്കാണോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചു. അതേ പറഞ്ഞു, ഇറ്റ്സ് വെരി സിമ്പിൾ, അത് വളരെ സിമ്പിളാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ ഇനിയും വയസ്സാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന്. അദ്ദേഹം പറഞ്ഞു, ആസ് യു ഗ്രോ യു ലേൺ മോർ, നീ വളരുന്നതിനനുസരിച്ച് നിനക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. 22 വയസ്സിലുള്ള അറിവല്ല 60 വയസ്സാകുമ്പോൾ നമ്മൾക്കുള്ളത്. 22 വയസ്സിൽ നമ്മൾ പൊട്ടന്മാരാണ്. 22 വയസ്സിൽ കല്യാണം കഴിയാത്ത ഒരാളോട് കല്യാണം എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് 100 ആളുകൾ പോയിട്ട് പറഞ്ഞു കൊടുത്താലും അയാൾക്കത് തിരിയൂല. കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് അനുഭവത്തിലൂടെ തിരിയുള്ളൂ കല്യാണം എന്താന്നുള്ളത്, അല്ലെ? കല്യാണം കഴിയാത്ത ആളുകളോട്, പുതിയ ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് കല്യാണം എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടും ടെൻഷനും ദുഃഖമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അവർ പറയും, എങ്ങനൊന്നുമല്ല, നിങ്ങൾ നമ്മളെ പറയൊന്നും വേണ്ട, നമുക്കറിയാം എങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഇതിനെല്ലാവരും ചെവി കേൾക്കാതെ അതിന് തള്ളിക്കളയും. എന്നാൽ കല്യാണം കഴിഞ്ഞ് 6 മാസമാകുമ്പോൾ അവരും മറ്റേ ലിസ്റ്റിൽ പെടും. എന്തുകൊണ്ട്? അവരത് അനുഭവിച്ചു, പുതിയ അറിവുകൾ അവർ നേടി എക്സ്പീരിയൻസിലൂടെ. അദ്ദേഹം പറയാണ്, ആസ് യു ഗ്രോ യു ലേൺ മോർ, നീ വളരുന്നതിനനുസരിച്ച് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇഫ് യു സ്റ്റേഡ് അറ്റ് 22, നീ എപ്പോഴും 22 വയസ്സിൽ തന്നെയാണെങ്കിൽ നീ എപ്പോഴും ഒരു അജ്ഞനായിരിക്കും, നിനക്കൊന്നും തിരിയില്ല. 22 വയസ്സിന്റെ ഇഗ്നറൻസ്, അജ്ഞത നിനക്കുണ്ടാവും. 22കാർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ 60കാർക്ക് അറിയും. അവർ ജീവിതത്തിന്റെ പല എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ അറിയാത്ത പലതും 60ഉം 70ഉം കഴിഞ്ഞ ആളുകൾക്കറിയും. അവർ പലതും അനുഭവിച്ചും കണ്ടും കേട്ടും ജീവിച്ചവരാണ്, നമ്മൾക്ക് പലതും അറിയില്ല. അപ്പോ അദ്ദേഹം പറയാണ്, ഏജിങ് ഈസ് നോട്ട് ജസ്റ്റ് ഡീകേ, യു നോ, ഈ വയസ്സാവുക എന്നുള്ളത് ഒരു നാശമല്ല, ഒരു എൻഡല്ല, അതൊരു നാശമല്ല വയസ്സാവുക എന്നുള്ളത്. അതിനേക്കാളൊക്കെ ഇതൊരു നെഗറ്റീവ് ആണെന്നതിനപ്പുറം, മരിക്കാൻ പോകുന്നു എന്ന ഒരു നെഗറ്റീവിനപ്പുറം ഇതിലൊരു പോസിറ്റീവ് മറഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണ് ആ പോസിറ്റീവ് എന്നറിയോ? നീ മരിക്കാൻ പോകുന്നു എന്ന നെഗറ്റീവിനപ്പുറം നിനക്കൊരു പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് എന്തെന്ന് വെച്ചാല്, പിന്നെ നിനക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാമെന്നുള്ള ഒരു പോസിറ്റീവ് അവിടെയുണ്ട്. അതുമാത്രമല്ല, ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകും. അതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം പറയാണ്, നിങ്ങൾ, ഇറ്റ്സ് എ പോസിറ്റീവ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് യു ആർ ഗോയിങ് ടു ഡൈ. നീ മരിക്കാൻ പോകുന്നു എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടും. അതൊരു പോസിറ്റീവാണ്. ഇപ്പൊ നമ്മൾ ഈ പ്രായമുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഒന്നും നമ്മൾ മരിക്കാൻ പോകാനായി എന്നവർ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ മരിക്കുന്നത് ചെറുപ്പക്കാരായിരിക്കും. ആ ചെറുപ്പക്കാർക്കൊന്നും ഞാൻ മരിക്കാനായി എന്ന് തോന്നലില്ല, അതുകൊണ്ട് അവർ തൗബയും ചെയ്യൂല. നേരെ മറിച്ച് ഞാൻ മരിക്കാനായി എന്നൊരു തിരിച്ചറിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർ തെറ്റ് ചെയ്യൂല. ഞാൻ മരിക്കാനായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ്, അത് വലിയൊരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് 60 കഴിഞ്ഞ ആളുകൾക്ക് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ അവർ എത്ര കാലം ജീവിച്ചാലും അതവർക്ക് ഭാഗ്യാണ്. കാരണം അവർ തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് തിരിച്ചു പോകില്ല, എനിക്കിനി ആരോഗ്യം വരാനില്ല, ഞാൻ ഖബറിലേക്ക് പോകേണ്ടവനാണ്, മരിക്കുമ്പോ ഈമാൻ സലാമത്തായി പോകണമെന്ന ചിന്തയില് ഇസ്തിഗ്ഫാറും തസ്ബീഹും സ്വദഖയും ഖുർആനും നിസ്കാരവും എല്ലാമായി ദുആ ചെയ്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അയാൾ അല്ലാഹുവോട് തൗബ ചെയ്ത് അവസാനം മരിക്കുമ്പോൾ ഒരു തെറ്റ് പോലും അയാളിൽ ബാക്കിയുണ്ടാവില്ല. ഒരു തെറ്റ് പോലും അവരിൽ ബാക്കിയുണ്ടാവില്ല. ഈമാൻ സലാമത്തായിട്ട് അവർ മരിക്കുമെന്ന് തിരിച്ചറിവ് കിട്ടിയവർ. നേരെ മറിച്ച് മരിക്കുമെന്ന് തിരിച്ചറിവ് കിട്ടാത്തവരോ തോന്നിവാസം ചെയ്ത് ജീവിക്കും. അപ്പൊ 60 കഴിഞ്ഞ ആളുകളോട് ഞാൻ പറയുന്നത്, ഈമാൻ സലാമത്തായി മരിക്കാൻ വളരെ ഈസിയാണ്. ഒരൊറ്റൊരു കാര്യം സൂക്ഷിച്ചാൽ മതി. ആ കാര്യം എന്താ? നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. 60 കഴിഞ്ഞതിന്റെ ശേഷം നാവിനെ സൂക്ഷിക്കുക. ആൾക്കാരോട് കടം വാങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കുക. പഴയകാല കടങ്ങളൊക്കെ കൊടുത്തുവിട്ട് എന്തെങ്കിലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ പൊരുത്തം ചോദിക്കുക, അറിയാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയാം. ഈ രീതിയിൽ 60 വയസ്സിന്റെ ശേഷം നാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയും. അപ്പോഴാണ് ഈ ശിഷ്യൻ തന്റെ അധ്യാപകനോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്റെ ആളുകളൊക്കെ വേഗം വയസ്സാവാൻ ആഗ്രഹിക്കാത്തത്? നിങ്ങൾ പറയുന്നത് നോക്കുമ്പോ വയസ്സാവലാണ് യൗവനത്തെക്കാൾ രസം. എന്റെ ആളുകൾ ആരും എനിക്ക് വയസ്സാവണം എന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ, എല്ലാ വയസ്സന്മാരും എനിക്ക് യുവാവാകണം എന്നല്ലേ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, yes, if aging were so valuable, why do people always say, oh, if I were young again? ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എന്ന് എന്തേ ആളുകൾ പറയുന്നു?
നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഐ വിഷ് ഐ വേർഡ് 65, ഞാനൊരു 65 വയസ്സായിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടാവുമായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ എത്രയോ വയസ്സന്മാര് എനിക്ക് 25 വയസ്സായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അങ്ങനെ 65 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ആരെങ്കിലും 25 വയസ്സാകണമെന്ന് കൊതിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയോ? അൺസാറ്റിസ്ഫൈഡ് ലൈഫ്സ്. അവരുടെ ജീവിതം സംതൃപ്തമല്ല. അവരുടെ യൗവനത്തെ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല. സമയമൊക്കെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല. വെറുതെ സൊറ പറഞ്ഞും അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അവിടെ പോയി ഇവിടെ പോയി വെറുതെ കഥ പറഞ്ഞ് ജീവിതം തീർത്തു. അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ സമൂഹത്തിനോ ഉപകരിക്കുന്ന ഒന്നും അയാൾ ചെയ്തിട്ടുണ്ടാവില്ല. അൺസാറ്റിസ്ഫൈഡ്, സംതൃപ്തിയില്ലാത്തൊരു ജീവിതം അദ്ദേഹം ജീവിച്ചു. അൺഫുൾഫിൽഡ്, ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാത്തൊരു ജീവിതമാണ് അയാളുടെ ജീവിതം. ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല, ഒരു സ്വപ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി അദ്ദേഹം ജീവിച്ചു. അതുകൊണ്ടാണ് അതേപോലെ തന്നെ മീനിങ് ഇല്ലാത്ത, അർത്ഥമില്ലാത്തൊരു ജീവിതമാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കും. നേരെ മറിച്ച് ലക്ഷ്യങ്ങളുണ്ടായി, സ്വപ്നങ്ങളുണ്ടായി. ആ സ്വപ്നത്തിനനുസരിച്ച് അയാൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോയി. ജീവിതത്തിന്റെ ഓരോ പോക്കുകൾക്കും ഒരു അർത്ഥമുണ്ടാക്കി അയാൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരിക്കലും അയാൾ യു ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്കോട്ട് പോകണമെന്ന് ഒരാൾ ആഗ്രഹിക്കൂല, മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. ഇപ്പോ ചില ഗെയിമുകളുണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത ഗെയിം, അടുത്ത റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത ഗെയിം, അല്ലെ? ആ റൗണ്ടൊക്കെ എല്ലാ റൗണ്ടിലും വിജയിച്ച ഒരാള് വീണ്ടും ബാക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കും? ഇല്ലല്ലോ. അയാൾ എന്താ ആഗ്രഹിക്കുക? നെക്സ്റ്റ് ഗെയിം എന്തായിരിക്കും എന്നാണ് അയാൾ ചിന്തിക്കുക. അടുത്ത ഗെയിം എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ. പല ഗെയിമുകൾ, ബിഗ് ബോസ് പോലെയുള്ള മത്സരങ്ങളിലൊക്കെ കാണുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം ഗെയിമുകളിൽ ചില ആളുകൾ പൊട്ടിപ്പോകും. എന്നാൽ ചില ആളുകൾ വളരെ ക്യൂരിയസ് ആയി ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നോക്കി എവിടെയും നെഗറ്റിവിറ്റി ഇല്ലാത്ത രീതിയിൽ മുന്നേറുന്ന ആളുകളുണ്ട്. അപ്പൊ അതേപോലെ ലൈഫിനെ അതേപോലെ കണ്ട് ഇത് വളരെ വാല്യബിൾ ആയ സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് സമയം നഷ്ടപ്പെടുത്താതെ ജീവിച്ച ഒരാൾക്കും ബാക്കോട്ട് പോകണം തോന്നൂല. ഇനി വരാനിരിക്കുന്ന ഓരോ പുതിയ ഇന്നോവേഷനെ, പുതിയതിനെ സ്വീകരിക്കണം, അതിലെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുക. ആർക്കെങ്കിലും 65-ൽ നിന്ന് 25-ലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അവരുടെ അൺഫുൾഫിൽഡ്, അൺസാറ്റിസ്ഫൈഡ് ലൈഫ്സ്, അവരുടെ സംതൃപ്തിയില്ലാത്ത, അർത്ഥമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത, വെറുതെ നഷ്ടപ്പെടുത്തിയ സമയത്തെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും അവര് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ മനോഹരമായ ഒരു മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ്. നമ്മൾ അതേപോലെ നമ്മളിപ്പോ നല്ല ജീവിതം ജീവിച്ചു എങ്കിലും നമ്മൾ 65 കഴിഞ്ഞ് തിരിച്ചു പോകാൻ, നാളെ വരാൻ ആഗ്രഹിക്കാം, നാളെ വേറെന്തെങ്കിലും ചെയ്യണം, മറ്റന്നാൾ വേറെന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ചെയ്യണം, എന്തെങ്കിലും ചെയ്ത് മരിക്കണം എന്നുള്ളൊരു സ്വപ്നം നമ്മൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 60 കഴിഞ്ഞ ആളുകളോടൊക്കെ പ്രത്യേകമായി ഞാൻ പറയാണ്, ഒരു കാരണവശാലും നമ്മുടെ നാവിലൂടെ ഗീബത്ത് പോലെ, നമീമത്ത് പോലെയുള്ള മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു തെറ്റ് നമ്മൾ ചെയ്യാതിരിക്കുക. ഞാൻ വേറൊരു രഹസ്യങ്ങളോട് പറയാം. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് അല്ലാഹു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഏതാണ് തെറ്റ്, ഏതാണ് ശരി. ഇതിൽ ഏറ്റവും അപകടം പിടിച്ച തെറ്റേത് എന്ന് വെച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോ ഇത് അപകടമാണോ, ഇത് മാപ്പ് കിട്ടാത്തതാണോ എന്ന് തിരിച്ചറിയുന്ന തെറ്റേത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഈ തെറ്റ് ചെയ്താൽ ഇത് വേറെ ആർക്കെങ്കിലും ഹേർട്ട് ചെയ്യുന്ന, വേറെ ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന, ഞാൻ ഇത് ചെയ്തത് കൊണ്ട് ആർക്കെങ്കിലും അഭിമാന പ്രശ്നമോ, ആർക്കെങ്കിലും സാമ്പത്തിക പ്രശ്നമോ, ആർക്കെങ്കിലും ശാരീരിക പ്രശ്നമോ, ഇൻസൾട്ടിങ്ങോ, കുറ്റപ്പെടുത്തലോ, കളിയാക്കലോ, എന്തെങ്കിലും ഒരു പ്രയാസം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുക. ഏത് തെറ്റിലും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളെ മാത്രം ബാധിക്കുന്ന തെറ്റാണെങ്കിൽ അള്ളാഹു ഏത് സമയത്തും പുറത്തു തരാം. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളെ മാത്രം ബാധിക്കുന്ന തെറ്റാണെങ്കിൽ ഏത് സമയത്തും അള്ളാഹു മാപ്പ് തരും. ഞാൻ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളെ ബാധിച്ചാൽ അയാളുടെ മാപ്പ് കൂടി നമ്മൾക്ക് നിർബന്ധം. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, പരസ്യമായി ഒരാളൊരു തെറ്റു ചെയ്താൽ അയാൾ പരസ്യമായി തൗബ ചെയ്യണം. പരസ്യമായി ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ ഒറ്റയ്ക്ക് റൂമിലിരുന്നിട്ട് ഒറ്റയ്ക്ക് തൗബ ചെയ്താൽ പോരാ. ആരുടെയൊക്കെ മുമ്പിൽ വെച്ചാണോ അയാൾ തെറ്റ് ചെയ്തത്, അയാളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അയാൾ തൗബ ചെയ്യണം. എന്തുകൊണ്ട്? നമ്മളൊരു തെറ്റ് പരസ്യമായി ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, ആ കാണുന്ന ആളുകൾക്കെല്ലാം തെറ്റിനോടൊരു താല്പര്യം തോന്നും.
തെറ്റിനോട് ലാഘവുണ്ടാകും. കാരണം നമ്മൾ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട കഥകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കും താല്പര്യം ഉണ്ടാകും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ. നമ്മൾ കള്ളു കുടിച്ച കഥ മറ്റൊരാളോട് പറയുമ്പോൾ അവർക്കും താല്പര്യം ഉണ്ടാകും കള്ളു കുടിക്കാൻ. നമ്മൾ വേറൊരാളുമായിട്ട് വേറെന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അവർ തെറ്റിന് ചെറുതായി കാണും. അയാളൊക്കെ കള്ളുടിക്കുന്നുണ്ട്, പിന്നെ ഞാൻ കുടിച്ചാൽ എന്താ? ഇയാളൊക്കെ വ്യഭിചരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ വ്യഭിചരിച്ചാൽ എന്താ? സത്യത്തിൽ വ്യഭിചാരത്തെ കുറിച്ചോ കള്ളുകുടിയെ കുറിച്ചോ ഒരു ചിന്തയില്ലാത്ത ഒരാളോട് സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ അയാളുടെ വ്യഭിചാരത്തിന്റെ കഥകളൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവന്റെ മനസ്സിലേക്ക് എന്താ വരിക? ഇവനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ മാത്രം ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് പിന്നെ ഇവനും ഇതേപോലെ വേണ്ടാത്ത ചിന്തകൾ വരും. അതുകൊണ്ടാണ് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, തിന്മകളെ നിങ്ങൾ പരസ്യമാക്കരുത് എന്ന് അല്ലാഹു പറയാൻ കാരണം. ഒരു കാരണവശാലും തിന്മകളെ പരസ്യമാക്കരുത്. നിങ്ങൾ എങ്ങാനും തിന്മയെ പരസ്യമാക്കിയാൽ ആരൊക്കെയാണോ നിങ്ങളുടെ തിന്മയറിഞ്ഞത് അവരെല്ലാവരും അറിയുന്ന രീതിയിൽ തൗബ ചെയ്യണം. അതെന്തിനാ പരസ്യമായി തൗബ ചെയ്യണം എന്ന് പറയാൻ കാരണം, ഈ നിങ്ങൾ ചെയ്ത തെറ്റ് കാരണത്താലാണ് ഒരാൾക്ക് തെറ്റിനോട് താല്പര്യം ഉണ്ടായത്. ആ ആളുകൾക്കൊക്കെ തെറ്റ് ഭയാനകമാണ് എന്ന് തോന്നിപ്പിക്കണം. പരസ്യമായി മാപ്പ് ചോദിക്കണം. അല്ലാഹുവേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, പഠിച്ചോനെ, ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത തെറ്റായിരുന്നു റബ്ബേ, ഞാനത് ചെയ്തു പോയി, നീ എനിക്ക് മാപ്പ് തരണമെന്ന് കരഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളുടെ മുമ്പിൽ തൗബ ചെയ്യുമ്പോ ഇവന്റെ തെറ്റ് കണ്ടിട്ട് താല്പര്യം തോന്നിയ ആളുകൾക്കൊക്കെ ഒരു പേടി തോന്നും. പഠിച്ചോനാ, ഇവന് തൗബ ചെയ്ത് നന്നായി, ഇനി ഞാൻ നന്നായില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് അവരും തൗബ ചെയ്ത് നന്നാകും. അതുകൊണ്ട് പരസ്യമായി തെറ്റ് ചെയ്തവൻ പരസ്യമായി തൗബ ചെയ്യണം, രഹസ്യമായി തെറ്റ് ചെയ്തവൻ രഹസ്യമായിട്ട് തൗബ ചെയ്യണം. അത് പരസ്യമാക്കാനും പാടില്ല. ഞാനും എൻ്റെ റബ്ബ് മാത്രം അറിയുന്ന ഒരു തെറ്റു ഞാൻ ചെയ്താൽ അത് ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോട് തൗബ ചെയ്യണം. അല്ലാതെ നാട്ടാരുടെ മുമ്പിൽ പഠിച്ചോനെ, ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കള്ളുടിച്ചിട്ടുണ്ട്, നീ മാപ്പ് തരണേ എന്ന് പറഞ്ഞിട്ട് നാട്ടാരെ അറിയിക്കലല്ല, അത് അള്ളാനെ അറിയിച്ചാൽ. നോക്ക് എത്ര മനോഹരാണ്. നോക്ക് ഇസ്ലാമിന്റെ ആശയങ്ങൾ എല്ലാറ്റിലും ഒരു അർത്ഥങ്ങൾ ഉണ്ടാവും. സബഉൽ മൂബിഖാത്ത്, 7 വൻദോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 7 വൻദോഷങ്ങളെ കുറിച്ച് ഒരു പഠനം നമ്മൾ നടത്തണം. അതിൽ ഒന്നല്ലാത്ത ബാക്കിയുള്ള എല്ലാം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യലാണ്. ഒറ്റ ഒരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളവരെ ബാധിക്കാത്തത്. ബാക്കിയുള്ള 6 കാര്യവും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതാണ്. ഏതാ സബഉൽ മൂബിഖാത്ത്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തേത് ശിർക്ക് ബില്ലാഹ്, അള്ളാഹുവിലേക്ക് ശിർക്ക് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ ശിർക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ശിർക്ക് ചെയ്തുകൊണ്ട് ആർക്കും ഇവിടെ പ്രശ്നമാവാനൊന്നുമില്ല. ഞാൻ ശിർക്ക് ചെയ്തു എന്ന കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടാവാനില്ല. അത് റബ്ബും നമ്മളും തമ്മിലുള്ള ഈമാനിന്റെ വിഷയമാണ്. അതുണ്ടെങ്കിലേ, ഈമാൻ ഉണ്ടെങ്കിലേ ഒരാൾക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലാതെ മദർ തെരേസയെയും അതുപോലെ ഗാന്ധിജിയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ഇവിടെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ കൊണ്ടുപോകാൻ കഴിയില്ല. അത് നമ്മൾ ആഗ്രഹിക്കണം. ഈമാനിന്റെ അടയാളാണ് എന്ത്? ഈമാനിന്റെ സ്വർഗം കിട്ടണമെങ്കിൽ ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഇല്ലാതെ നിങ്ങൾ എത്ര നന്മ ചെയ്താലും സ്വർഗം കിട്ടൂല. മദർ തെരേസ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ ഈമാനില്ലേ, സ്വർഗം കിട്ടൂല. ആരെയാ വെല്ലുവിളിക്കുന്നത്? ആരെയാ കൊച്ചാക്കുന്നത്? ഗാന്ധിജി മരിക്കുമ്പോ പറഞ്ഞത് ഹേ റാം, ഹേ റാം. രാമനെ വിളിച്ചിട്ടാണ് ഗാന്ധിജി മരിക്കുന്നത്. ആ ഗാന്ധിജി ഒരാൾക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് പോലും താല്പര്യമില്ല. അപ്പൊ സ്വർഗത്തിലെത്തുന്നതിന്റെ മാനദണ്ഡം ഈമാനാണ്. ഈമാനും നരകവും സ്വർഗവും വേർതിരിക്കുന്ന ഒരു ബുർഹാനാണ്. നന്മയെയും തിന്മയെയും വേർതിരിക്കുന്ന ഒരു അടയാളാണ് ഷിർക്ക്. അതുപോലെ ഈമാൻ എന്ന് പറയുന്നത്. മുസ്ലിം ആയാലേ നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുള്ളൂ. മുസ്ലിം അല്ലെങ്കിൽ നമ്മുടെ സ്വതക്കയോ ഒന്നും അന്ന് സ്വീകരിക്കൂല. ദുനിയാവിലെ നേട്ടങ്ങളൊക്കെ അല്ല തന്നേക്കാം, പക്ഷെ ആഖിറത്തിൽ കിട്ടൂല. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ഷിർക്കാണ്. ഇനി ബാക്കിയുള്ള 6 വിഷയങ്ങൾ നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സിഹർ ചെയ്യൽ വൻദോഷമാണ്. സിഹർ വൻദോഷമാണ്. സിഹർ ഞാൻ ചെയ്താൽ എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? അത് ആണോ? നിങ്ങളിവിടെ ഇല്ലേ? എനിക്ക് സിഹറയോ? ഞാൻ സിഹർ ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക്, എന്റെ കുടുംബക്കാർക്ക്, എന്റെ അയൽവാസികൾക്ക്. അപ്പൊ സിഹർ എന്താണ്? മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റാണ്. അത് മഹാപാപമായി. 1. 2, ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, വേറെ ഒരാളെ കൊല്ലൽ, ഞാൻ എന്നെ തന്നെ കൊല്ലൽ വൻദോഷാണ്. ഞാൻ എന്നെ തന്നെ കൊല്ലൽ വൻദോഷാണ്. കാരണം ഇത് എന്റെ ശരീരമല്ല, ഇത് റബ്ബിന്റെ ശരീരമാണ്. അതോടൊപ്പം എന്നെ കൊല്ലൽ തെറ്റാണെങ്കിൽ മറ്റുള്ളവരെ കൊല്ലൽ എത്ര വലിയ തെറ്റായിരിക്കും? ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, വേറെ ഒരാളെ കൊല്ലലും വൻദോഷാണ്. അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യൽ മഹാപാപായി. 3ാമത്തെ നോക്കൂ, അക്ലുർ റിബ, പലിശ തിന്നൽ. പലിശ തിന്നൽ
തിന്നൽ എന്റെ പേഴ്സണൽ കാര്യമാണോ? എങ്ങനെയാ പലിശ തിന്ന? ഞാൻ ഒരാളിൽ നിന്ന് 10,000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു. അയാള് വല്ലാതെ ടൈറ്റായി, മകളുടെ കല്യാണത്തിന് 1,00,000 രൂപ കടം തരും, കൊടുത്തില്ലെങ്കിൽ കല്യാണം നടക്കൂല എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അയാളോട് പറഞ്ഞു 1,00,000 ഞാൻ തരാം, എപ്പോഴാ തിരിച്ചുതരാം? ഞാൻ നിങ്ങൾക്ക് ഏപ്രിൽ 30 ആകുമ്പോൾ തിരിച്ചുതരാം. ആയിക്കോട്ടെ, ഏപ്രിൽ 30 ആകുമ്പോൾ നിങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് 1,00,000 പകരം 1,10,000 തരണം എന്ന നിബന്ധന വെച്ച് ഞാൻ അയാൾ കൊടുത്തു. അയാൾ ഇല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ട് ആരോടൊക്കെ കടം വാങ്ങി കല്യാണം കഴിപ്പിക്കുന്ന ആ മനുഷ്യന് ഏപ്രിൽ 30 ആകുമ്പോൾ 1,00,000 ഇല്ല. അയാൾ 1,00,000 അല്ല തിരിച്ചു തരേണ്ടത്, 1,10,000. അതുപോലും മറ്റുള്ളവരോട് കടം വാങ്ങണം. അപ്പൊ ഈ പലിശ തിന്നുന്നവൻ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യലാണ്, ഈ കൊടുത്തവനെ ഹേർട്ട് ചെയ്യലാണ്. മൂന്നാമത്തത്, അയാൾ എത്ര കഷ്ടപ്പെടണം ബാക്കി 10,000 ഉണ്ടാക്കാൻ? നാലാമത്തേത് എത്തീമക്കളുടെ സമ്പത്ത് തിന്ന, അതെന്തായാലും മറ്റൊരാളെ ഹേർട്ട് ചെയ്യലാണ്, എത്തീമക്കളെ ഹേർട്ട് ചെയ്യലാണ്. അഞ്ചാമത്തേത് യുദ്ധസമയത്ത് പിന്തിരിഞ്ഞോടാ. നമ്മൾ 2 ടീമായിട്ട് യുദ്ധത്തിന് പോയി, നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള യുദ്ധമാണ്, സ്റ്റേജിലുള്ളവരും നിങ്ങളും തമ്മിലുള്ള യുദ്ധമാണ്. അങ്ങനെ നമ്മൾ നന്നായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഈ സൈഡിലുള്ള നിങ്ങളൊക്കെ പിന്തിരിഞ്ഞോടി. അത് ആരെ ബാധിക്കുന്ന തെറ്റാണ്? ഇപ്പൊ 2 സൈഡ്, നമ്മളും നിങ്ങളും തമ്മിലൊരു യുദ്ധം നടക്കുക. ഈ സൈഡിലുള്ള ആളുകളൊക്കെ നല്ല യുദ്ധം നടക്കുമ്പോ പിന്തിരിഞ്ഞോടി. അത് ആരെ ഹേർട്ട് ചെയ്യുന്ന പ്രശ്നമാണ്? ഇവിടില്ലേ ആരെ? ഇപ്പുറത്തെ സൈഡിലുള്ള നിങ്ങളെ. കാരണം എന്താ? നിങ്ങളുടെ എണ്ണം ചുരുങ്ങി, ഞങ്ങൾക്ക് നിങ്ങളെ നശിപ്പിക്കാൻ വളരെ ചുരുങ്ങിയ സമയം മതി. ഇവരൊക്കെ പിന്തിരിഞ്ഞോടി. അത് മഹാപാപാണ്. കാരണം ഇത്തരം ആളുകൾ ഇവർ ഹേർട്ട് ചെയ്തു. പിന്നെയുള്ളതോ നല്ലവരായ പെണ്ണുങ്ങൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്ക്, തെറ്റ് ചെയ്താലും ചെയ്തില്ലേലും മറ്റുള്ളവർക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുക. പെണ്ണിനെതിരെ ആണിനെതിരൊക്കെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുക. അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യലാണെന്ന് ഉറപ്പല്ലേ? ഒരാൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുക, മറ്റുള്ള തെറ്റുകളുടെ ആരോപണം പറയാം. അപ്പൊ 7 വൻദോഷങ്ങൾ അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. 7ൽ 6 മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യലാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു മാപ്പ് തരാത്ത പാപം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യലാണ്. ഇത് പഠിക്കണല്ലോ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള തെറ്റുകളൊക്കെ ഏത് സമയത്തും പഠിച്ചോ തൗബ ചെയ്താൽ പൊറുത്തപ്പെട്ടു വരും. കുല്ലു ബനി ആദം ഖത്താഉൻ, മനുഷ്യരൊക്കെ തെറ്റുകാരാണ്. തെറ്റ് ചെയ്യുന്നൊരു പ്രവണതയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നാവിനെയാണ്. നാവ് സൂക്ഷിച്ചാലേ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഫിത്ന പറയാതെ ജീവിച്ചാലേ നമ്മൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരുള്ളൂ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗം തരും, അല്ലാത്തവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു തരും. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ നബി തങ്ങളോട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ഫമൽ ഗീബത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം നീ പറയലാണ്. നിന്റെ സഹോദരൻ, നിന്റെ ചങ്ങാതി, നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാരൻ, അല്ലെങ്കിൽ പള്ളിയിലുള്ള ഉസ്താദുമാർ, പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങളൊക്കെ പള്ളിയിലുണ്ടാകുമ്പോ നാട്ടിലെ കുറച്ച് വയസ്സന്മാർ വെറുതെ വന്നിട്ട് ഇങ്ങനെ നോക്കും, അവിടെ ചൊറിയുന്നുണ്ടോ, ഓൻ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ സ്വഭാവമാണ്, ഓരോ നാട്ടിലുള്ള വയസ്സന്മാരുടെ സ്വഭാവം. നമ്മളൊക്കെ പഠിച്ചു വന്നോണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. എന്താ ഇതിന്റെയൊക്കെ ആവശ്യം? ഒരു ചൊറിഞ്ഞോട്ടെ, കയ്യും കാലൊക്കെ ചൊറിയാൻ തന്നെയല്ലേ കൊടുത്ത്. ചിലപ്പോ കുട്ടികൾ ഇങ്ങനെ ഓടി വന്ന അതും പ്രശ്നമാണ്, മല്ല വന്ന അതും പ്രശ്നമാണ്, എല്ലാം പ്രശ്നം. അവരവരെ വഴിക്ക് വിടും, നമ്മൾ അവരെ നോക്കി നിൽക്കും. നമ്മൾ ഓക്കെ, നമ്മുടെ നാട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നതൊക്കെ നമ്മൾ, അതിന്റെ അർത്ഥം നമ്മൾ അവരിങ്ങനെ നോക്കിയിരിക്കണം എന്ന്. മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ എല്ലാവരും വിട്ടു നിൽക്കുക, അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ നോക്കി ആഖിറത്തിൽ സ്വർഗം കിട്ടുമെന്ന്. ഉള്ള സ്വർഗം ഇഷ്ടപ്പെടില്ല. ഉള്ള കാര്യം തന്നെ ആയിരിക്കും. കുട്ടികൾ ചിലപ്പോൾ നിസ്കരിക്കാതെ ഓടിയിട്ടുണ്ടാവും, സുന്നത്ത് പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഓടിയിട്ടുണ്ടാവും. നിങ്ങളത് പോയിട്ട് ഉസ്താദിനോട് പറഞ്ഞു, അപ്പുറത്ത് പറഞ്ഞു, കമ്മിറ്റിക്കാരോട് പറഞ്ഞു, പ്രശ്നാക്കി. അത് ഗീബത്താണ്. അത് ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ഉള്ളത് പറയലാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയൽ അതിനേക്കാളും വലിയ അപകടകരമായ ആരോപണമാണ്, വൻദോഷത്തിൽപ്പെട്ട ആരോപണമാണ്. ഇല്ലാത്തത് പറയൽ, ഉള്ളത് പറയൽ ഗീബത്താണ്. ആ ഗീബത്ത് പറഞ്ഞവന് വരെ അള്ളാഹു മാപ്പ് നൽകൂല. പിന്നെയല്ലേ ഇല്ലാത്തത് പറയാൻ? നിങ്ങൾ പറയും ഞാൻ ഉള്ളല്ലേ പറഞ്ഞത്. ചില ആളുകൾ അങ്ങനെ പറയാം, ഞാൻ ഉള്ളല്ലേ പറഞ്ഞത്. ഉള്ളതേ പറയാൻ പാടില്ല, പിന്നല്ലേ ഇല്ലാത്ത പറയാം. ഒരു കാരണവശാലും പറയരുത്. അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ചില ആളുകൾ മറ്റു ചില ആളുകളെ കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല. അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹമ അഖീഹി മൈതാ,
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരാൾ നമ്മളിൽ നിന്ന് മരിച്ചു പോയാൽ അയാളുടെ മാംസം മുറിച്ച് തിന്നാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒരാൾ മരിച്ചാൽ അയാളുടെ കാലും കൈയൊക്കെ മുറിച്ചിട്ട് കറി വെച്ച് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്റെ അയൽവാസിയുടെ പച്ചയായ മാംസം വേവിച്ച് തിന്നാൻ ഇഷ്ടമില്ലാത്തതുപോലെ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസിയെ കുറിച്ച് നിങ്ങൾ ഗീബത്ത് പറയരുത്. ആ ഗീബത്ത് പറയുന്നത് മറ്റൊരാളുടെ പച്ചയായ മാംസം തിന്നുന്നത് പോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. എത്ര വലിയ അപകടങ്ങളാണ് അവിടെ ഉണ്ടായത്. ഈ ഗീബത്ത് മൂലം ഈ സമൂഹത്തിൽ എത്ര അപകടങ്ങളാണ് ഉണ്ടായത്. വേദി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലെന്നെ. എന്താ ഇതിന്റെയൊക്കെ കാരണം? ഏതെങ്കിലും ചില ആളുകളുടെ ദുർവാശി, ഏതെങ്കിലും ചില ആളുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത സാഹചര്യം, ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ തമ്മിൽ തല്ലിക്കുക, ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുക. ഇത്തരം ആളുകളൊക്കെ അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനൊക്കെ നേതൃത്വം നൽകുന്നവരെ അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? സാധാരണക്കാർ ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് അവരെന്തെങ്കിലും ചെയ്തെന്ന് വരാം. എന്നാൽ ഇതിനൊക്കെ നേതൃത്വം നൽകി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ അല്ലാഹു വെറുതെ വിടും തോന്നുന്നുണ്ടോ? തലപ്പാവ് ധരിച്ചാലും കന്തൂറ ധരിച്ചാലും താടി വെച്ചാലും എങ്ങനെയായാലും അല്ലാഹു ഒരാളെയും വെറുതെ വിടാൻ പോകുന്നില്ല. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരാൾക്ക് അല്ലാഹു മാപ്പ് നൽകൂല. പ്രിയപ്പെട്ടവരെ, എത്ര വീടുകളാണ് തകർന്നു പോയത്, എത്ര കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായത്. എന്തിന്റെ പേരിൽ? ഭാര്യയെ കുറിച്ച് ഭർത്താവ് ഭാര്യയുടെ അഭാവത്തിൽ ഒരു കുറ്റം പറഞ്ഞു, അതിന്റെ പേരിൽ കുടുംബം തകർന്നു. ഭർത്താവിനെ കുറിച്ച് ഭാര്യ ഇല്ലാത്തതല്ല ഉള്ളത് പറഞ്ഞു, കുടുംബം തകർന്നു. ഇല്ലാത്തതല്ലേ പ്രശ്നം? ഇല്ലാത്തതിനെ കുറിച്ചല്ല ഇവിടെ നബി തങ്ങൾ പറയുന്നത്, ഉള്ളത് പറഞ്ഞു. ഭർത്താവിന്റെ അഭാവത്തിലോ ഭർത്താവിന്റെ മുന്നിലോ എങ്ങനെ ആയിക്കോട്ടെ, വേറെ ഒരാൾ കേൾക്കുമാർ, വേറെ ഒരാൾ അറിയുമാർ, വേറെ ഒരാൾ ശ്രദ്ധിക്കുമാർ. ഭർത്താവിനെ കുറിച്ച് ഭാര്യയോ ഭാര്യയെ കുറിച്ച് ഭർത്താവോ ഉള്ളത് പോലും പറഞ്ഞാൽ ഒരു കുടുംബം തകർന്നു പോകുമെന്നാണ് ഇതീം പഠിപ്പിക്കുന്നത്. ഒരു കുടുംബം തകരും. ഭർത്താവും ഭാര്യയും പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും തീർക്കണം. മൂന്നാമതൊരാൾ അതിൽ ഇടപെടുത്തരുത്. എന്ത് ഭാര്യയുടെ വീട്ടുകാരായാലും ഭർത്താവിന്റെ വീട്ടുകാരായാലും. എത്ര കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി പോയത്. അതിന്റെ പേരിൽ എത്ര ബന്ധങ്ങളാണ് തകർന്നു പോയത്, മുറിക്കപ്പെട്ടത്. പിന്നെ കാണൂല, മിണ്ടൂല, സംസാരിക്കൂല, ബന്ധമില്ല. എന്റെ ഒരു വാക്കിന്റെ പേരിലാണ് ഈ ബന്ധങ്ങളൊക്കെ തകർന്നു പോയത്. എത്ര പേരാണ് ബന്ധങ്ങൾ അവസാനിപ്പിച്ച് പരസ്പരം മിണ്ടാതിരുന്നത്. എന്താ കാരണം? ഗീബത്ത് പറഞ്ഞു എന്ന കാരണത്താൽ. സ്വന്തം സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഗീബത്ത്. മൂത്താപ്പയും അളാപ്പയും ഭാര്യയും ഭർത്താവും, ഭർത്താവിന്റെ വീട്ടുകാർ ഭാര്യയുടെ വീട്ടുകാർ നാവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിച്ചാലേ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ദുനിയാവിലും നമ്മൾ പ്രയാസം അനുഭവിക്കും, ആഖിറത്തിലും നമ്മൾ പ്രയാസം അനുഭവിക്കും. ഇനി എങ്ങനെ നമ്മൾക്ക് ഗീബത്തിൽ നിന്ന് നാവിനെ സൂക്ഷിക്കാൻ കഴിയും? ഒരു പരിഹാരവും വേണ്ടേ? നാവിനെ എങ്ങനെ ഗീബത്തിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയും? അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്. എന്ത് സംസാരിക്കുമ്പോഴും അല്ലാഹുവിന്റെ ക്യാമറ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന ബോധം വേണം. മുതലാളിയുടെ കമ്പനിയിലിരുന്ന് മുതലാളിക്കെതിരെ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവോ? അവിടെ CC ക്യാമറ ഉണ്ടെങ്കിൽ, ഒരു CC ക്യാമറ വെച്ചാൽ മുതലാളിക്കെതിരെ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകോ? പ്രിയപ്പെട്ടവരെ, ഇല്ലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ ക്യാമറ 24 മണിക്കൂറും ഓണാണ്. ഞാൻ എന്ത് സംസാരിച്ചാലും അല്ലാഹു റെക്കോർഡ് ചെയ്യും. അതിന്റെ ശിക്ഷ ഞാൻ നാളെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവലാണ് ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുറിയിലേക്ക് നീളമില്ലാത്ത കുറുകിയായ ഒരു പെണ്ണ് വന്നു. നമ്മൾ കുള്ളച്ചി എന്നൊക്കെ പറയുന്ന ഒരു നീളമില്ലാത്തൊരു പെണ്ണ് വന്നു. അപ്പൊ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, ഇന്നഹാ ഖസീറ, നബിയേ അതൊരു കുള്ളച്ചിയല്ലേ? കുള്ളച്ചി, കുറുകിയ പെണ്ണ്. നബി തങ്ങൾക്ക് ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തൊടുത്തു.
നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ലഖദ് ഖുൽതി കലിമ, നീ ഇപ്പോ പറഞ്ഞ വാക്കുണ്ടല്ലോ, നീ ഇപ്പോ പറഞ്ഞില്ലേ ആ പെണ്ണിനെ കുറിച്ച്, ഉള്ളതാണ്, ആ പെണ്ണ് കുള്ളയാണ്. നീ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ, ലൗ മുസിജത് ബിമാഇൽ ബഹർ, നീണ്ടു കിടക്കുന്ന ഓഷ്യൻ, സമുദ്രങ്ങള്, അറബിക്കടല്, മറ്റുള്ള കടലുകള്, ഈ കടലുകളിലുള്ള വെള്ളത്തിലേക്ക് നീ പറഞ്ഞ വാക്കിട്ടാൽ ആ മുഴുവൻ സമുദ്രങ്ങളിലുള്ള വെള്ളങ്ങൾ പോലും അഴുക്ക് കൊണ്ട് ആകെ കളങ്കമുള്ള വെള്ളമായി മാറും. അത്രയും അപകടം പിടിച്ചൊരു വാക്കാണ് നീ പറഞ്ഞത്. മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു, വെള്ളത്തിന്റെ ശുദ്ധത പോലും നഷ്ടപ്പെട്ടു പോകും, വെള്ളത്തിന്റെ ആ ശുദ്ധി നഷ്ടപ്പെട്ടു പോകും, ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകും, അത് കളങ്കപ്പെട്ടു പോകും. അത്രയും അപകടം പിടിച്ചൊരു വാക്കാണ് നീ പറഞ്ഞത് എന്ന് മുറിയിലേക്ക് ഒരു കുള്ളച്ചിയായ ഒരു പെണ്ണ് വന്നപ്പോ, കുറുകിയ പെണ്ണ് വന്നപ്പോ, ആ പെണ്ണിനെ കുറിച്ച് ഇവളൊരു കുള്ളയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നബി തങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തൊക്കെ, ആരൊക്കെ കുറിച്ചൊക്കെ എന്തൊക്കെ നമ്മൾ പറയും. അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ. പിന്നെ നമ്മള് ഗീബത്തിൽ നിന്ന് പറയാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത്, ആരെ കുറിച്ചാ പറയുന്നത് അവർക്കുണ്ടാകുന്ന പ്രയാസത്തെ ചിന്തിക്കുക. എന്നെ കുറിച്ച് 2-3 ആളുകൾ അവിടെ കൂടി ഗീബത്ത് പറഞ്ഞു, അതെനിക്കറിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു വിഷമം, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമം. നിങ്ങളെ കുറിച്ച് നാട്ടിലെ 2 ആളുകൾ പരസ്പരം മാറി നിന്ന് ഗീബത്ത് പറഞ്ഞാൽ അതറിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വിഷമുണ്ടാകും. ഞാൻ ഇത്രയൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, എത്ര വിഷമുണ്ടാകും. അതേപോലെ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറഞ്ഞത് അയാൾ അറിഞ്ഞാൽ അയാൾക്ക് എത്ര വിഷമുണ്ടാകും. അയാൾ എന്നിൽ നിന്നത് പ്രതീക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് അത് പറയാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കുക. എത്ര ആളുടെ ഖൽബ് അതുകൊണ്ട് മുറിഞ്ഞു പോകും, എത്ര ആളുടെ ശരീരത്തിന് വേദന ഉണ്ടാകും, എത്ര ആളുടെ ജീവിതത്തിൽ അതുകൊണ്ട് വലിയ പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കിയിട്ട് നമ്മൾക്കുണ്ടാകുന്ന വേദന തിരിച്ചറിഞ്ഞ് അവർക്കും ഉണ്ടാകും എന്ന് തിരിച്ചറിയാം. നമ്മൾ ഇഷ്ടപ്പെടുവോ? നമ്മളൊരാളോട് പറയാം, ഈ പറയുന്നത്, ഈ കേൾക്കുന്നവരാൾ നമ്മളെ കുറിച്ച് വേറൊരാളോട് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലോ. അതേപോലെ നമ്മൾ ചിന്തിക്കുക, ഇത് ഞാൻ പറഞ്ഞാൽ ഇയാൾ ഇത് പോയിട്ട് വേറൊരാളോട് എന്നെ കുറിച്ചും പറയും, എനിക്കത് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളും ഇത് പറയാതിരിക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉദ്കുർ അഖാക ഇദാ ഗാബ അൻക, നിന്റെ സഹോദരൻ നിന്റെ അടുത്ത് ഇല്ലാത്ത സമയത്ത്, ബിമാ തുഹിബ്ബു അൻ യദ്കുറക ഫീഹി, നിന്നെ കുറിച്ച് അയാൾ എന്ത് പറയാനാണ് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ അയാളെ കുറിച്ച് നീ പറയണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഇപ്പൊ നിങ്ങളെ കുറിച്ച്, അയാൾ നല്ല മനുഷ്യനാ, നല്ല സ്വഭാവമാണ്, നന്നായിട്ട് ദാനധർമ്മം ചെയ്യും, എന്ത് നല്ല മനുഷ്യനായാള് എന്ന് പറയാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നാട്ടുകാരൊക്കെ. എന്നാൽ നാട്ടിലുള്ള എല്ലാരെ കുറിച്ചും നിങ്ങൾ അതന്നെ പറയാ, അയാൾ നല്ല മനുഷ്യനാണ്, എന്ത് നല്ല സ്വഭാവമാണെന്നറിയോ, അയാൾ കാണാൻ എന്ത് ഭംഗിയാണ്, അയാൾ നല്ല സ്വതക്ക ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ പറഞ്ഞു ശീലിക്കുക, എല്ലാരെ കുറിച്ചും നല്ലത് പറയാ. കാരണം നിങ്ങളെ കുറിച്ച് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെ എല്ലാവരെ കുറിച്ചും പറഞ്ഞു നടക്കണം. അവൻ നിങ്ങളെ കുറിച്ച് എന്ത് പറയരുത്, ഇയാളൊരു കൊള്ളന, അയാളുടെ സ്വഭാവം വല്ലാത്തൊരു അഹങ്കാരിയാണ്, മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കാത്തവനാണ് എന്നൊക്കെ നിങ്ങളെ കുറിച്ച് ഒരാൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അതേപോലെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളും പറയരുത്. ഇദാ ജാറൈത ഫീ ഖുലുഖിൻ ദനിആ ഫഅൻത വമൻ തുജാരി സവാഉ, ഗീബത്ത് പറയുന്ന ഒരാളുടെ കൂടെ നീ നിൽക്കാനേ പാടില്ല. നീ പറഞ്ഞാലും പറഞ്ഞില്ലേലും തെറ്റുകാരന്റെ കൂടെ നീ നിന്നാൽ നീയും ഒരു തെറ്റുകാരനാണെന്ന് കവി പറഞ്ഞതുപോലെ, ഒരു കാരണവശാലും ഗീബത്ത് പറയുന്നവന്റെ കൂടെ നീ നിൽക്കാതെ നിന്റെ നാവിനെ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. അവസാനമായൊരു കാര്യം കൂടി പറഞ്ഞ്, ഒരൊറ്റൊരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാർ. നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങൾക്കറിയാം അയാൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ആ സമയത്ത് അയാളുടെ അഭിമാനം നാട്ടിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അയാളെ സേഫാക്കാൻ വേണ്ടി അയാളുടെ എല്ലാം കൂടെ നിന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം കള്ളമാണ്, സത്യാവസ്ഥ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരാളെ നിങ്ങൾ സേഫാക്കിയാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് നിങ്ങളെ തടയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ കള്ളുടിച്ചു, നിങ്ങൾക്കറിയാം.
നാട്ടുകാരൊക്കെ അത് പറയുമ്പോൾ അയാൾ കള്ളല്ല, ഞാനും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, അയാൾ അന്ന് കുടിച്ചത് കട്ടൻ ചായയാണ്, ഞാനും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, കള്ളല്ല. നിങ്ങൾക്കറിയാം കള്ളാണ് കുടിച്ചത്. പക്ഷെ അയാളുടെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ അയാളുടെ മുഖത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തി എങ്കിൽ നാളെ നിങ്ങൾ ആഖിറത്തിൽ എത്തുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. ഒരാളെയും ഇൻസൾട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ചെയ്യരുത്. വേറെ ആളുകൾ കൂട്ടം കൂടി വേറെ ചില ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും മറ്റുള്ള ആളുകൾ രക്ഷപ്പെടുമ്പോഴാണ്. നമ്മുടെ നാവിൽ നിന്ന് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുണ്ടായാൽ നമ്മളൊരു മുസ്ലിമല്ല. തടിയിൽ തൊപ്പിയും താടിയും തൊപ്പിയും തലക്കെട്ടൊക്കെ ഉണ്ടാകും, കാണുമ്പോൾ വലിയ ഔലിയാക്കളെ പോലെ കാണും, പക്ഷെ യു ആർ നോട്ട് എ മുസ്ലിം. നിന്റെ നാവിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ ഒരു മുസ്ലിം അല്ല എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ഭാഗത്ത് ഗീബത്തുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാം. ആരെക്കുറിച്ചൊക്കെയാണോ പറഞ്ഞത്, പഠിച്ചോൻ അവർക്ക് നീ പുറത്തു കൊടുക്കണേ. അറിയുന്ന ആളാണെങ്കിൽ മാപ്പ് ചോദിക്കുക, അറിയാത്ത ആളാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചെയ്യുക. പഠിച്ചോൻ അവർക്ക് നീ പുറത്തു കൊടുക്കുക. പഠിച്ചോനെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവർക്ക് മാപ്പ് നൽകുക. കാരണം ഒരാളുടെ അഭാവത്തിൽ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന് ഉത്തരവുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ. അതേപോലെ ആരെക്കുറിച്ചൊക്കെ നമ്മൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ അവരെക്കുറിച്ചൊക്കെ നാട്ടുകാരുടെ ഇടയിൽ നല്ലത് പറഞ്ഞെടുക്കുക. നല്ല മനുഷ്യനാണ്, എന്തോരു മനുഷ്യനാണ്, അയാളെപ്പോലൊരു മനുഷ്യൻ വേറെയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നല്ലത് മാത്രം പറഞ്ഞു നടന്നാലേ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ തെറ്റുകളെയും നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റൊരു കാര്യം, നമ്മൾ മിണ്ടുമ്പോഴും മിണിക്കുമ്പോഴും നടക്കുമ്പോഴും അല്ലാഹുവിന്റെ 360 ഡിഗ്രിയിലുള്ള ഹൈ റെസൊല്യൂഷനിലുള്ള ക്യാമറ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയൽ ഫീ ഉനുഖിഹി, നിങ്ങളുടെ കഴുത്തിൽ ഒരു ഫയലായി അല്ലാഹു തരും. ആ ഫയൽ കൊണ്ടുപോയി മഹ്ശറയിൽ നോക്കുമ്പോൾ 15 വയസ്സ് മുതൽ മരിക്കുന്നത് വരെയുള്ള വീഡിയോ സഹിതം അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരുമ്പോൾ നോ പറയാൻ നമ്മുടെ കൈകൾക്ക് കഴിയില്ല, നോ പറയാൻ നമ്മുടെ നാവുകൾക്ക് കഴിയില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നമ്മുടെ ചുണ്ടുകൾക്കാണ് അല്ലാഹു സീൽ വെക്കുന്നതെങ്കിൽ വതഷ്ഹദു അർജുലുഹും, അവരുടെ കൈകളും അവരുടെ കാലുകളും ചെയ്യുന്നതെല്ലാം ശരിയാണ് 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 എന്ന് പറഞ്ഞ് സാക്ഷി നിൽക്കും എന്ന ഖുർആനിന്റെ ആയത്ത് ഓർത്തുകൊണ്ട് കഴിവിന്റെ പരമാവധി നാവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.